എല്ലാവർക്കും നമസ്കാരം. എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്ന വാനപ്രസ്ഥം ഓൺലൈനിന്റെ ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അർച്ചനയാണ്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് ആദ്യം ഈശ്വര പ്രാർത്ഥനയും സങ്കല്പമാണ്. നമുക്ക് അതിനു വേണ്ടിയിട്ട് അർച്ചനയെ തന്നെ സ്വാഗതം ചെയ്യാം. അർച്ചന പ്ലീസ്. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ, സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ, നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. ഈ ഒരു സങ്കല്പത്തോടു കൂടി ഈശ്വര പ്രാർത്ഥനയും കൂടെ ചൊല്ലുന്നു. കരുണാമയന സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു, മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു, മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായി എന്നെ നേരായ പാതയിൽ ആക്കേണമേ, ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയണമേ. കാണാനും കേൾക്കാനും അറിയാനുമായി എന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ ഓനേണമേ. ഈ ധന്യഭൂമിയിൽ ഭൂജാതനായ എന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായി എന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു, മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. താങ്ക് യു അർച്ചന. ഇന്നിപ്പോ പ്രാർത്ഥന ചൊല്ലിയത് അർച്ചനയാണ്. നമുക്ക് അർച്ചന എല്ലാവർക്കും തന്നെ, ഈ ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം തന്നെ വളരെ സുപരിചിതയാണ്. അർച്ചന എന്ന് പറയുന്ന വ്യക്തിയോട് ദയാൽ സാർ നമ്മളെ എല്ലാ ആഴ്ചയിലും ഓരോരുത്തരെ സംഘടിപ്പിക്കാനായിട്ട്, ക്ലാസ് എടുക്കാൻ സംഘടിപ്പിക്കുന്നതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ദയാൽ സാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാർ അന്നേരം തന്നെ പല പ്രാവശ്യവും അർച്ചനയോട് പറഞ്ഞു, ഇത്രയും വർഷമായിട്ട്
നിങ്ങൾ എൻ്റെ കൂടെ നിന്നിട്ട് നിങ്ങൾക്ക് സ്വയം ക്ലാസ് എടുത്തുകൂടെ എന്നുള്ള ആ ഒരു ചോദ്യം ദയാൽ സാർ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അർച്ചന അതിന് തയ്യാറായിട്ടില്ല. പക്ഷെ ഇപ്പോ എന്തുകൊണ്ടോ വോളണ്ടറി ആയിട്ട് ഈ രംഗത്തേക്ക് അർച്ചന പ്രവേശിക്കുകയാണ് ഉണ്ടായത്. അർച്ചനയുടെ എനിക്ക് തോന്നുന്ന ഈ ഗ്രൂപ്പിലുള്ള ആദ്യത്തെ ക്ലാസ്സും കൂടെ ആണെന്ന് തോന്നുന്നു. അല്ലാതെ പല വേദികളിലും സ്കൂളും കോളേജുകളിലും ഒക്കെ ഉൾപ്പെടെ പല വേദികളിലും അർച്ചന ഗ്രൂപ്പുകളിൽ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോ നമ്മുടെ സ്വന്തം തട്ടകത്തിൽ എന്തുകൊണ്ട് ക്ലാസ് എടുത്തിരുന്നില്ല എന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും അർച്ചന ഇപ്പോൾ അതിന് തയ്യാറായി. അർച്ചനയുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ ഏറ്റവും സ്കൂൾ, പ്രൈമറി സ്കൂളോ അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ പഠിക്കുന്ന കാലത്ത് മുതൽ ദയാൽ സാറിനെ പരിചയപ്പെടാനും സാറിന്റെ ശിഷ്യത്വം സ്വീകരിക്കാനും സാറിന്റെ അറിവുകൾ ഗ്രാസ്പ് ചെയ്യാനും ഒക്കെ ഭാഗ്യം ലഭിച്ച ഒരു കുട്ടിയായിരുന്നു. അപ്പം അതിലൂടെ ഇങ്ങനെ പല സ്റ്റേജ് വളർന്ന് ആണ് ഇപ്പോൾ അർച്ചന ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ദൈർഘ്യമേറിയ ഒരു റിലേഷൻഷിപ്പ് ദയാൽ സാറിന്റെ ശിഷ്യത്വത്തിലൂടെ കിട്ടുക, ഒപ്പം തന്നെ അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നല്ലൊരു അവരുടെ തന്നെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ഒരു ഫാമിലി അതിന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അറിവുകളും പരിചയങ്ങളും എല്ലാം അർച്ചനയെ ഒത്തിരി ഈ പ്രകൃതിജീവൻ രംഗത്തും പരിസ്ഥിതിയിലും ജൈവ കൃഷിയിലും എല്ലാം സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ചുള്ള അർച്ചന. അതിനുശേഷം പ്രായപൂർത്തിയായപ്പോൾ സാറ് തന്നെ നിർദ്ദേശിച്ച ഒരു ബന്ധത്തിലൂടെ അർച്ചനയ്ക്ക് ഒരു കുടുംബജീവിതവും ഉണ്ടായി എന്നുള്ളതും കൂടെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അപ്പം എല്ലാ തരത്തിലും വാനപ്രസ്ഥം ഗ്രൂപ്പിന്റെയും ദയാൽ സാറിന്റെയും ഒക്കെയുള്ള ഏറ്റവും അരുമ ശിഷ്യ എന്നൊക്കെ പറയാവുന്ന അവസ്ഥയിലാണ് ഇപ്പൊ അർച്ചന നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു. അർച്ചന ഇന്നിപ്പോ ക്ലാസ് എടുക്കാൻ സമ്മതിച്ചിരിക്കുന്ന വിഷയം ഈ കർക്കിടകത്തിലെ ശുചീകരണം എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ വിഷയത്തിൽ തന്നെ ഓരോ അവയവത്തിനുമുള്ള ഭക്ഷണ രീതികൾ അർച്ചന സജസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്കതെല്ലാം കേൾക്കാനുള്ള സമയമുണ്ട്, സന്തോഷമുണ്ട്. ഒപ്പം തന്നെ അർച്ചന ഒത്തിരി പേരില് ഇവിടെ ഈ സൈനസും അതുപോലുള്ള മറ്റു പല അസുഖങ്ങൾക്കും സ്വന്തമായ ദയാൽ സാറിന്റെ ഗൈഡൻസ് ഇത് തന്നെ ആശയം തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് വിജയിപ്പിച്ചെടുത്തതെന്നുള്ള ഒരു ക്രെഡിറ്റ് അർച്ചനയ്ക്ക് അവകാശപ്പെടാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഈ ഏറ്റവും ഒടുവിലായിട്ട് ഞങ്ങൾ കണ്ടത് നമ്മുടെ ആയിഷി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ തേക്കടി വന്നവർക്കൊക്കെ പരിചയപ്പെട്ടായിരുന്നു. ഒരു വടക്കേ ഇന്ത്യൻ കുട്ടിയാണ്. അവര് റിസർച്ച് ചെയ്യാനായിട്ട് അല്ലെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് എറണാകുളത്ത് വരികയും പിന്നെ ദയാൽ സാറിനെ പരിചയപ്പെടാനായിട്ട് ദയാൽ സാറിന്റെ വീട്ടിലെത്തുകയും ചെയ്യുന്നുണ്ടായി. അപ്പൊ ആ സമയത്ത് അവരുടെ അസുഖങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഈ സൈനസിന്റെ പ്രോബ്ലം പറഞ്ഞു. അപ്പൊ അതിന് പറ്റിയ ചികിത്സ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല അവര്, കാരണം അവർ ലോഡ്ജിലാണ് താമസിച്ചിരുന്നത് ആ പെൺകുട്ടി. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാനും അർച്ചന അവിടെ സ്ഥലത്തുണ്ടായിരുന്നതുകൊണ്ട് അർച്ചന സജസ്റ്റ് ചെയ്തു നമുക്ക് എന്റെ കൂടെ വീട്ടിലേക്ക് പോവാം, ഞാൻ നിങ്ങളുടെ വേണ്ട സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് അസുഖം മാറുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഈ വടക്കേ ഇന്ത്യൻ ഹിന്ദിക്കാരിയായ കുട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ താമസിക്കുന്ന വീട്ടിലെത്തി. അവിടെ ഈ ചികിത്സ, അതായത് നമ്മുടെ കൈയ്യുണ്ണീര് ഒഴിക്കുന്നതും വയറിളക്കുന്നതുമായിട്ടുള്ള സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അത് ചെയ്ത് അതിന്റെ ആജീവനാന്തമായ പ്രശ്നം ഈ പറയുന്ന സൈനസും അതുപോലുള്ള വിഷമങ്ങളും എല്ലാം മാറി. പക്ഷെ അതിനറിയാതെ മറ്റൊരു അസുഖം ഉണ്ടായിരുന്നു, അതായത് ഇതിനുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് അറിയാതെ. ഇതിന് പകല് കണ്ണ് കാണാൻ മേല, സൂര്യപ്രകാശം അടിക്കാൻ വിഷമം ഉണ്ടായിരുന്നു, കാഴ്ചയ്ക്ക് മങ്ങലുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഈ സൈനസുമായിട്ട് ലിങ്ക്ഡ് ആയിരുന്നു. പക്ഷെ അതിനും അറിയത്തില്ല, ചികിത്സിച്ച അർച്ചനയൊക്കെ അറിയില്ലായിരുന്നു. ഇത് സ്വയം പിന്നീട് ഐഡന്റിഫൈ ചെയ്യാണ്, എന്റെ ഈ അസുഖം അതും മാറി എന്നുള്ള കാര്യം സ്വയം ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് ഞങ്ങളും ഒക്കെ അറിയുന്നത്. അപ്പൊ നമുക്ക് ലൈവ് എക്സാമ്പിൾ ആണ്. അതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ചെയ്തതെന്ന് വെച്ചാൽ വടക്കേ ഇന്ത്യയിൽ പോയതിനു ശേഷം തിരിച്ചു വന്ന് പിന്നെ ഈ മുക്കൂറ്റി അതുപോലെ തന്നെ കയ്യുണ്ണിയം ഇതുപോലുള്ള പല നമ്മളെ ഹെർബ്സിനെ പറ്റി റിസർച്ച് ചെയ്യാനും പേപ്പർ സബ്മിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്കുകളൊക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട ഔഷധങ്ങൾ ഉണ്ടാക്കാനുള്ള പേറ്റന്റ് എടുക്കാനും ഒക്കെ ഈ കൊച്ച് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഒരു ചെറിയ സംഭവത്തിന്റെ പിന്തുടർച്ചയായിട്ട് വന്നതാണ്. എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് അത് ഏറ്റെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അങ്ങനെ ഒത്തിരി ആൾക്കാരെ സഹായിച്ച പരിചയത്തിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പം നമുക്കറിയാം മുടി കറക്കുന്നതിനും മുടി കൊഴിച്ചിലിനും താരനും ഒക്കെ ആയിട്ടുള്ള ഒരു എണ്ണ കണ്ടുപിടിച്ച ചരിത്രം നമുക്കെല്ലാവർക്കും ഭയങ്കര ഡിമാൻഡാണ്. ആൾക്കാരൊക്കെ ഇപ്പൊ വീട്ടിൽ വന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് എണ്ണ ഉണ്ടാക്കി കൊടുക്കണമെന്നും പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ കൈവയ്ക്കുന്ന മേഖലകളിലെല്ലാം തന്നെ 100% ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് ഇനിയും അപങ്കുര ക്ഷീണം തുടർന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അർച്ചനയെ നമുക്ക് ക്ലാസ് എടുക്കാൻ ക്ഷണിക്കാം. അർച്ചന പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത് തന്നെ ഡീറ്റോക്സിങ് ഓർഗൻസ് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഓരോ അവയവങ്ങളെ എങ്ങനെ ഡീറ്റോക്സ് ചെയ്ത് വിടണം. അപ്പൊ ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വാക്കും അതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമുക്കൊക്കെ സുപരിചിതമാണ് പല പല രീതിയിൽ. എങ്കിൽ കൂടെ നമുക്ക് ചെയ്യാൻ മടിയുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും അത് എഫക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഇപ്പോഴെന്ത് ഒരു സബ്ജക്ട്, അങ്ങനെ പല പല ചോദ്യങ്ങൾ നോർമലി നമ്മൾക്ക് ഈ ക്ലാസ്സിൽ തുടങ്ങുമ്പോൾ ഒരു ചോദിക്കാവുന്നതാണ്.
അപ്പം ദയാൽ സാർ ആണെങ്കിലും ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പലതും പറഞ്ഞു തരുമ്പോൾ കൃഷി എന്തിനു ചെയ്യണം, എന്തിന് നല്ല ആഹാരം കഴിക്കണം, കൃത്യമായിട്ടുള്ള അന്നം കഴിക്കണം, എന്തിന് ഞാൻ ഓരോന്നും ചെയ്യണം, എന്തിന് ഞാൻ ഡിവൈൻ മദർ ആവണം, എന്തിന് എന്റെ കുടുംബത്തിനെ നന്നായിട്ട് നോക്കണം, അങ്ങനെ പല പല എന്തിനെന്നൊരു ചോദ്യത്തിന് സാറിന്റെ അവസാനത്തെ ഉത്തരങ്ങൾ പലതും പറഞ്ഞു പറഞ്ഞ് അവസാനം എത്തിച്ചേർക്കുന്നത് ഒരു സ്ഥലം എന്ന് പറയുന്നത് ഡിവൈൻ ഹ്യൂമൻ എന്ന് പറയുന്ന അടുത്ത സ്പീഷീസിലേക്കുള്ള ഒരു കുതിപ്പായിട്ട്, ഒരു ചവിട്ടുപടിയായിട്ട് ഇതിനെ കണ്ടു വേണം ചെയ്യാൻ എന്നൊരു ആശയം തന്നിട്ടാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വാനപ്രസ്ഥിയർക്കും യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനും എല്ലാവർക്കും സാർ കൊടുക്കുന്ന ഒരു ആശയം ഇതാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് എന്തായാലും മനുഷ്യൻ ഇവോൾവ് ആവുക തന്നെ ചെയ്യും. പക്ഷെ അതിന് നന്നായിട്ട് ശരിയായിട്ട് നടക്കണമെങ്കിൽ ബോധപൂർവം ചെയ്യണം. അതിന് നമ്മൾ എന്തെല്ലാം പാലിക്കണം എന്നൊക്കെ പറഞ്ഞാണ് സാർ അതിനെ പഠിപ്പിക്കുക. അപ്പൊ നമ്മുടെ ഒരു സമൂഹം തന്നെ ഇപ്പൊ നോക്കുന്ന, അല്ലെങ്കിൽ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മേഖലയാണ് ആന്റി ഏജിങ്. എങ്ങനെ പ്രായം കുറയ്ക്കാം, യൗവനം എങ്ങനെ ദീർഘിപ്പിക്കാം, എങ്ങനെ സുന്ദരന്മാരും സുന്ദരികളുമായിരിക്കാം, എങ്ങനെ സിദ്ധികൾ നേടാം. ഇപ്പൊ സാറ് തന്നെ പറയാറുണ്ട്, ഫ്രൂട്ട്സിൽ നിന്നുണ്ടാക്കുന്ന, ഫ്രൂട്ട്സിനകത്തുള്ള ഹൈഡ്രജൻ പവറിൽ വെച്ചിട്ട് നമുക്ക് പറക്കാനുള്ള കഴിവുകൾ വരെ ഉണ്ടാക്കാം എന്നുള്ള സാറിന്റെ പല പല ഐഡിയാസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട് ജനറലി ലോകം തന്നെ. പക്ഷെ അതിലോട്ടെല്ലാം പോകുന്നതിന് മുമ്പ് നമ്മളിപ്പം നിലവിൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഫസ്റ്റ് ഘടന എന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അതിലൂടെയൊക്കെ പോകുന്നതിന് മുമ്പ്, ബിഫോർ ദാറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള ഒരൊറ്റ പോയിന്റ്, അതിലോട്ടാണ് ഇന്നത്തെ ഒരു ചിന്ത കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ക്ലാസ് കൊണ്ടുപോകുന്നത്. സസ്റ്റൈനബിൾ ഹെൽത്ത്. സസ്റ്റൈനബിൾ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ആരോഗ്യത്തിന് എങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കണം, പ്രിസർവ് ചെയ്യണം. നമ്മുടെ ആയുസ്സിന് ഇപ്പം 120 വയസ്സ് ആയുസ് ഉണ്ടെന്ന് പറയുന്നു. ആ വർഷങ്ങളെ എങ്ങനെ കൃത്യമായിട്ട് അവിടം വരെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ അടുത്തൊക്കെ എത്തിക്കണം, അല്ലെങ്കിൽ ഉള്ള ജീവിതത്തിനെ എങ്ങനെ കുറ്റമറ്റതാക്കണം. ഇങ്ങനെയുള്ളൊരു ചോദ്യം, ഫസ്റ്റ് സ്റ്റെപ്പിലെ ചോദ്യമാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് ഡയറ്റ് എന്ന് പറയുന്ന വേൾഡിലെ ബെസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഡയറ്റ് ഇതുവരെ ഇല്ല. കാര്യം പല പല ഫുഡ് ഡയറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രോട്ടീൻ റിച്ച് ആയിരിക്കാം, കലോറി റിച്ച് ആയിരിക്കാം, അങ്ങനെ പല പല ബേസിക് മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഡയറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരിക്കൽ പോലും ബയോളജിക്കൽ വാല്യൂ, അതായത് എന്റെ ശരീരത്തിന് എത്രമാത്രം എനർജി ഘടന, ബയോളജിക്കലി എനർജി എത്ര വേണം എന്ന് മനസ്സിലാക്കി ക്രമീകരണം ചെയ്തിട്ടില്ല. നമ്മൾ അതിന്റെ ക്രമീകരണം ചെയ്യുന്നത് ഇപ്പം ഞാൻ പറയുന്ന വാക്യങ്ങളെ പെട്ടെന്ന് മനസ്സിലായില്ലേ പോലും, ഇതിപ്പോ ബയോളജിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി എന്ന് പറയുമ്പോൾ കാലറി അനുസരിച്ചുള്ള ഫുഡ് ഡയറ്റ് ഉണ്ടല്ലോ, പ്രോട്ടീൻ അനുസരിച്ചുള്ള കീറ്റോ ഡയറ്റ്സ് ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതിനെല്ലാം സൈഡ് എഫക്ട്സും ഉണ്ട്. കാര്യം അതായിരിക്കരുത് നമ്മൾ ആഹാര ക്രമീകരണത്തിന്റെ ഒരു മാനദണ്ഡം. ഇത് ഇക്കോളജി പഠിക്കുമ്പോഴും എൻവയോൺമെന്റൽ സ്റ്റഡീസ് പഠിക്കുമ്പോഴും അഗ്രികൾച്ചറും ആരോഗ്യത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന നോർമലി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടോ സാറ് പഠിപ്പിക്കുന്ന ഇക്കോളജി വിഷയത്തിലെ ആ ഒരു ഫുഡ് ഡയറ്റ് പ്രക്രിയ സകലർക്കും ജനറലി എന്ന രീതിയിൽ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. കാര്യം അത് ഓരോരുത്തരുടെയും ശരീരഘടന ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ അതിന് ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. വാനപ്രസ്ഥം വീക്ക്ലി ലൈവായിട്ടുള്ള ഈ സെഷനിലെ എൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. കാര്യം ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് മാത്രമല്ല, ഒത്തിരി പേര് പുതുതായിട്ട് വരും, പബ്ലിക്കിൽ നിന്നുണ്ട്. അപ്പൊ ഒരിക്കലും പബ്ലിക്കിൽ വരാൻ, അതായത് ലൈവിൽ വരാൻ വലിയ താല്പര്യമില്ലായിരുന്നു, അതാണ് വരാനിരുന്നത്. ഓൾറെഡി നമ്മുടെ വാനപ്രസ്ഥം ക്ലാസ്സുകളില്, നിത്യസാധന ക്ലാസ്സുകളില്, ഇനി അതല്ല പബ്ലിക് സ്റ്റേജുകളിൽ പോയി ക്ലാസ്സുകൾ എടുക്കാൻ, ഈ വിഷയങ്ങൾ സംസാരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇതെന്റെ ആദ്യ ക്ലാസ് ആണ്. അതുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ, മനസ്സിലാവാത്ത കാര്യങ്ങൾ വന്നാൽ സദയം ക്ഷമിക്കുക. സോ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുന്നു. ഇപ്പം ഉള്ള നമ്മുടെ ആരോഗ്യത്തിനെ, സൗന്ദര്യത്തിനെ ഒക്കെ എങ്ങനെ അതേപടി നിലനിർത്തണം എന്നുള്ളൊരാശയമാണ് പഠിക്കാൻ പോകുന്നത്, നമ്മൾ കാണാൻ പോകുന്നത്. കാര്യം ജനിച്ചു കഴിഞ്ഞ് 30 വയസ്സ് മുതൽ നമ്മൾ ഡീകേ ചെയ്തുകൊണ്ടിരിക്കുന്നു. 30 വയസ്സ് മുതൽ. കാര്യം അത് ഇക്കോളജിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 33-ാം വയസ്സ് മുതൽ നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ സൈക്കിളിൽ നമ്മൾ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ, അതേ ആരോഗ്യത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ, പ്രകൃതി ധർമ്മം അനുസരിച്ച് നാച്ചുറാലിറ്റി പ്രിൻസിപ്പിളിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം 33-ാം വയസ്സ് വരെ ഈ പ്രകൃതിക്ക് നമ്മളെ ആവശ്യമുണ്ട്, കൃത്യമായിട്ട് ആവശ്യമുണ്ട്. കാര്യം നമ്മുടെ സ്പീഷ്യസിന്റെയും പ്രകൃതിക്കും ഒരു ഈ സ്പീഷ്യസിന്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് 33 വയസ്സ് വരെ നമ്മൾ ഇവിടെ നിന്നേ പറ്റും.
അതിനുശേഷം നിലനിൽക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളുടെ ജീവിത രീതി പോലെ ഇരിക്കും. അവിടെയാണ് ആയുർവേദം, ഹോമിയോപ്പതി പോലുള്ള ആരോഗ്യ മേഖലകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഇരിക്കുന്നത്. കേരളത്തിന്റെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളും ആസ്പദമാക്കി തന്നെ ആയുർവേദ ചികിത്സകളെക്കാളും ആയുർവേദ പ്രിൻസിപ്പിൾസ്, ആയുർവേദ തത്വങ്ങൾ നമ്മളെല്ലാവരും സാമാന്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. പഠിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും ആഹാരത്തിന് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന രീതിയെ ആസ്പദമാക്കി ഞാൻ എന്തിനിങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് ജീവിക്കുന്നു, എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചൂടെ, ഇഷ്ടമുള്ള പോലെ ജീവിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം, അല്ലെങ്കിൽ പല പല ചോദ്യങ്ങൾ എപ്പോഴും വരും. എനിക്ക് റെസ്ട്രിക്ഷൻസ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ചിട്ടയായിട്ടുള്ളൊരു ജീവിതം വേണം. എന്തിനാണ് നമ്മൾ ആഹാരത്തെ, ആരോഗ്യത്തെ, എക്സസൈസിനെ ഇങ്ങനെയൊക്കെ പല ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? കാരണം ഇക്കണോമിക് മാർക്കറ്റ് പോലും, സാമ്പത്തിക മാർക്കറ്റ് പോലും ഏറ്റവും അധികം കൂടുതലുള്ളത് ഈ വക മേഖലയില്ല. നമ്മുടെ ആരോഗ്യത്തിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികം കിട്ടുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുടിക്ക് വേണ്ട ഒരു ടോണിക് ഉണ്ടാക്കി കൊടുത്താൽ അതിനപ്പുറം നല്ലൊരു മാർക്കറ്റ് ഇന്നത്തെ കാലത്തില്ല. ഇനി അതല്ല, ഏറ്റവും തിളങ്ങുന്ന ചർമ്മം കിട്ടാനുള്ള ഒരു ടോണിക് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്ക് നിന്ന നിപ്പിൽ പണം ഉണ്ടാക്കാൻ വേറൊരു മാർക്കറ്റ് വേറെയില്ല. പക്ഷെ ഇതിലെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ആ മരുന്ന് ഒരു വ്യക്തിയിൽ ഇംപ്ലിമെന്റ് ആവാൻ പോകുന്നത്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സാധനമാണോ ഞാൻ കൊടുക്കുന്നത്, ചെയ്യുന്നത്, ഇതിങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. സോ ഈ ആരോഗ്യത്തിന് നമ്മൾ എന്തിന് ഇന്ന് പഠിക്കണം എന്നതിനെ പറ്റി നോക്കാം. ആരോഗ്യം എന്തിന് ഇന്ന് പഠിക്കണം, അല്ലെങ്കിൽ ആരോഗ്യം അനുസരിച്ച്, അന്നം അനുസരിച്ച് എന്തുകൊണ്ട് എൻ്റെ ആയുസ്, എൻ്റെ സൗന്ദര്യം, എൻ്റെ പല പല കാര്യങ്ങൾ, ബുദ്ധി സാമർഥ്യം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് കാണിച്ചിരിക്കുന്നത് ക്രോണോളജിക്കൽ ഏജും ബയോളജിക്കൽ ഏജുമാണ്. സിമ്പിൾ സെൻസിൽ സാർ എപ്പോഴും പറഞ്ഞു തരുന്ന രണ്ട് ഘടകങ്ങളാണ് ബയോളജിക്കൽ ഏജും ക്രോണോളജിക്കൽ ഏജ്. ക്രോണോളജിക്കൽ ഏജ് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ നമ്മൾ എന്ന് ജനിച്ചോ അത് മുതൽ മരിക്കുന്ന ടൈം വരെയുള്ള പീരീഡിനാണ് ഈ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. അത് ഫിക്സഡ് ആണ്, നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. സോ ഇതൊരു ടൈം അനുസരിച്ചാണ് അതിന്റെ എല്ലാ മെഷർമെന്റ് പോകുന്നത്. അതേസമയം നമ്മൾക്ക് മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് തിരുത്തലുകൾ നടത്താൻ പറ്റുന്ന മേഖലയാണ് ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്. നമ്മുടെ ആഹാര ക്രമീകരണം, ശരിയായിട്ടുള്ള ജീവിത രീതി, വ്യായാമം, പല പല ജനറ്റിക്സ്, എപ്പിജനറ്റിക്സ്, ഇതെല്ലാം ഈ ബയോളജിക്കൽ ഏജുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അന്നം കറക്റ്റ് ആക്കിയാൽ, നമ്മൾ വ്യായാമം കറക്റ്റായിട്ട് ചെയ്താൽ, ശരീരത്തിന്റെ ചലനങ്ങൾ കറക്റ്റായി സംഭവിച്ചാൽ, ശോധനം സംഭവിച്ചാൽ, ബയോളജിക്കൽ ഏജ് നമ്മുടെ കൺട്രോളിലാണ്. അത് കാരണം നമുക്ക് വൃത്തിയായി നല്ല രസമായി ജീവിക്കാൻ പറ്റുമെന്ന് സാർ എപ്പോഴും പറയുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ക്രോണോളജിക്കൽ ഏജ് അതിൻ്റെതായ ഫിക്സഡ് പീരീഡിൽ നടക്കുന്നുണ്ട്. നമുക്ക് 10 വയസ്സാകും, 20 വയസ്സാകും, 50 വയസ്സാകും. അതിന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, ആരും പുറകോട്ടും വളരാൻ പോകുന്നില്ല. പക്ഷെ പ്രശ്നം ഈ ബയോളജിക്കൽ ഏജിലാണ്. നമ്മൾ ചെയ്യുന്ന പല കാരണങ്ങൾ കാര്യം ഈ ബയോളജിക്കൽ ഏജ് പോകേണ്ട ഒരു സ്പീഡിനേക്കാളും വളരെ സ്പീഡിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. 40ാമത്തെ വയസ്സിൽ തന്നെ മുടി മുഴുവൻ നരച്ചു പോവാ. 11ാം വയസ്സിൽ മുടി മുഴുവൻ നരച്ചിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് എൻ്റെ അടുത്ത്. നമ്മുടെ ഒരു എണ്ണ ചോദിച്ചു വന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. 11ാം വയസ്സിൽ മുടി മുഴുവൻ നരച്ചിരിക്കുക, 6ാം വയസ്സിൽ നരച്ചിരിക്കുക, ക്യാൻസറുകൾ 20ാം വയസ്സിൽ വരിക. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സ്റ്റുഡന്റ്, അവർ 20ാം വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോവുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ രോഗങ്ങൾ, അല്ലെങ്കിൽ ചുളിവുകൾ, ചർമ്മത്തിന്റെ ചുളിവുകൾ സാധാരണ 65 വയസ്സിന് മേലെയാണ് ഉള്ളവർക്കാണ് വരിക, നോർമലി വരേണ്ടത്. പക്ഷെ അത് 42ാം വയസ്സിൽ തുടങ്ങി. അങ്ങനെ ബയോളജിക്കൽ ഏജ് സാമാന്യം പോകേണ്ട സ്പീഡിനേക്കാളും അതീവ സ്പീഡായിട്ട് ഇന്ന് പോകും. അത് കാരണം ഇത് രണ്ടും ഈക്വലി അല്ല പോകുന്നത്, ഒരേ സ്പീഡിലല്ല പോകുന്നത്. ബയോളജിക്കൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഒരേപോലെ പോകുന്നവർക്കാണ് നമ്മൾ എല്ലാ ശാസ്ത്ര ഗ്രന്ഥങ്ങളും പറയുന്ന പോലെ 100 വയസ്സിന് മേലെ നല്ല ഗംഭീരമായിട്ട് ജീവിച്ചിരിക്കാൻ സാധിക്കുക. പക്ഷെ പല പല കാരണങ്ങൾ, സ്ട്രെസ്സുകൾ, ആൻസൈറ്റി, ഡിപ്രഷൻ, ഇതെല്ലാം മാനസിക ലെവലമാണ്. അതുപോലെ നമ്മുടെ ശാരീരിക ആരോഗ്യമൊക്കെ കാരണം ബയോളജിക്കൽ ഏജ് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പൊ 80 വയസ്സ് ഒരു ആയുസ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ ഭൂമിയിലിട്ട് വിട്ടാലും ചിലപ്പോൾ 50ാം വയസ്സിൽ നമ്മൾ മരിച്ചു പോകാൻ കാരണമാവുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നിശ്ചയിക്കപ്പെട്ടുന്ന സമയത്തിനേക്കാൾ മുന്നേ മരിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അതിന് ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും. ഈ ഒരു ആശയത്തിന് അടിസ്ഥാനപ്പെടുത്തിയാണ് സാർ ഇപ്പൊ വാനപ്രസ്ഥം ക്ലാസ് ആയിക്കോട്ടെ, ഡിവൈൻ മദർ ക്ലാസ് ആയിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളായിക്കോട്ടെ, സകലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഏജിങ് ആണ്. അതിനെ എങ്ങനെ കൃത്യമായി നിലനിർത്തണം, കറക്റ്റ് സ്പീഡിൽ കൊണ്ടുപോകണം, സ്പീഡ് കൂടുതലാണെങ്കിൽ ഇങ്ങനെ കുറയ്ക്കണം,
സമാധാനത്തോടെ വളരെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാന്നാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ ആമുഖം കാണാൻ പോകുന്നത്. കാരണം അതൊരു വലിയ വാസ്റ്റ് ടോപ്പിക്കാണ്. സാറ് പോലും 20 ക്ലാസ്സുകൾ കൊണ്ടാണ് എടുത്തു തീർക്കുക. സോ ആദ്യം നമ്മൾ നോക്കുന്നത് ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ ഇതിനെ ഡീറ്റോക്സ് ചെയ്യണം, അതായത് ഉള്ള വിഷാംശങ്ങളും ഉള്ള മാലിന്യങ്ങളെ എങ്ങനെ പുറത്ത് കളയണം, എന്നിട്ട് ഇപ്പോൾ ആരോഗ്യാവസ്ഥയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനെ വർദ്ധിപ്പിച്ചെടുക്കാം. സോ ഫസ്റ്റ് ലെവലായിട്ട് ആ മെയിൻ്റനൻസിനെയും ഡീറ്റോക്സിങ്ങിനാണ് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത്, ഫുഡ് ഡയറ്റിൽ. കാരണം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, അതിനെ വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ശരീരത്തിനുണ്ടോ, ഓരോ അവയവത്തിനും ഉണ്ടോ, ഓരോ അവയവത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ടൈമും കൂടി ആയിട്ട് നമുക്ക് ഇതിന് കണക്കാക്കാം. സോ ഇതിനെപ്പറ്റി പഠിക്കുമ്പോൾ സാർ ഒരു 7 ലെവൽ ഓഫ് സൈക്കിൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു 7 സ്റ്റെപ്സ് ആണ് പഠിപ്പിക്കുന്നത്. ഇത് സാധാരണ പഠിപ്പിക്കുന്നത് യൂണിവേഴ്സിറ്റി തലത്തിലാണ്. നമ്മൾ ഇവിടെ വാനപ്രസ്ഥത്തിലും പഠിപ്പിക്കുന്നുണ്ട്. നോർമൽ ക്ലാസ്സുകളിലോ യൂട്യൂബിലോ സാർ പഠിപ്പിക്കത്തില്ല. അപ്പൊ ആ ഒരു സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഇന്ന് നമുക്കറിയാം. സോ ആ സ്റ്റെപ്പുകളാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ഒന്ന് ശോധനം, പിന്നെ സന്തുലനം, പോഷണം, പ്രതിരോധം, ചലനം, ശമനം, വർധനം. ഇതാണ് 7 സ്റ്റെപ്പുകൾ. സാർ ഇതിന് 6 എണ്ണമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ആ പ്രതിരോധം എന്നുള്ളതിനെ ഒരു സ്റ്റെപ്പായിട്ട് തന്നെ കൊടുത്തിരിക്കുകയാണ്. കാരണം പ്രതിരോധം നമുക്ക് കൂട്ടിയെടുക്കേണ്ടത് ഒരു സാധനമാണ്. പോഷണത്തിൽ കൂടെ മാത്രം അത് കൂട്ടിയെടുക്കാൻ പറ്റൂല, അതിന് പ്രകൃതിയും കൂടെ ഇടപെടണം. അതുകൊണ്ടാണ് അതിനെ ഒരു സ്റ്റെപ്പായിട്ട് മാറ്റിയിരിക്കുന്നത്. സോ ഇതിൽ ശോധനത്തിനെ ഒന്ന് നോക്കാം. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ക്ലാസ് കഴിയുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കാം കേട്ടോ. ശോധനത്തിന് ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കുകയാണ്. കാരണം ശോധനം കർക്കിടക മാസത്തിൽ, ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അഗ്നി, ഫയർ, അല്ലെങ്കിൽ ആ പഞ്ചഭൂതത്തിന്റെ ആ എലമെന്റ് കുറച്ച് വീക്കായിരിക്കുന്ന ടൈമാണ്. ഈ ടൈമില് ശരീരത്തിന്റെ ആകാരവടിവിനെ അല്ലെങ്കിൽ അതിന്റെ ഗതിയെ ഒന്ന് തിരിച്ചു വിടാനും ക്ലീൻ ചെയ്യാനും ഏറ്റവും സിമ്പിൾ ആയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസം എല്ലാവരും ശോധനം ചെയ്യണം എന്ന് പറഞ്ഞ ആയുർവേദമാണെങ്കിലും ശരി, ചികിത്സകൾ ചെയ്യാനും ഒഴിച്ചിൽ ചെയ്യാനും പിടിച്ചിൽ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കർക്കിടക മാസം തിരഞ്ഞെടുക്കുന്നത്. ഇത് തന്നെയാണ് സാറും പറയുന്നത്. കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ടൈമില് ശോധനം ചെയ്ത് ശരീരത്തിനെ മുഴുവൻ ക്ലീൻ ചെയ്ത് വിടണം. ഓരോ അവയവത്തിനെയും ക്ലീൻ ചെയ്ത് വിടണം. ആ ഓരോ അവയവത്തിനെ എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ശോധനത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്ത് അവയവത്തിനെ ക്ലീൻ ചെയ്യണേലും ആദ്യം നമ്മൾ ഗതി നേരെയാക്കേണ്ട 4 സാധനം ഉണ്ട്. നമ്മുടെ ശരീരത്ത് മലം പുറത്തു പോകുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഏതൊക്കെ വഴിയിലൂടെയാണ് നമ്മുടെ ശരീരത്തിന്റെ മലങ്ങൾ പുറത്തു പോവാ? ത്വക്കിലൂടെ എങ്ങനെയാ പോണേ? ത്വക്കിലൂടെ വേർപ്പായിട്ട് പോണുണ്ട്. വേറെയോ? ശ്വാസം. ശ്വാസത്തിലൂടെയും പോകുന്നുണ്ട്. യൂറിൻ മൂത്രത്തിലൂടെ പോകുന്നുണ്ട്. മലം. ഈ 4 സാധനമാണ് നമ്മുടെ ശരീരത്തെ എന്ത് നമ്മൾ കൊടുത്താലും അതിന്റെ ഔട്ട്പുട്ട്, അതിന്റെ മലം പുറത്ത് കളയുന്ന 4 മെത്തേഡ്: ത്വക്ക്, ശ്വാസം, മലം, മൂത്രം. ഇത് 4 ബ്ലോക്ക് ആയി കിടന്നാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഗതി കറക്റ്റ് അല്ലെങ്കിൽ മാത്രമേ നമുക്ക് രോഗം വരത്തുള്ളൂ. ആദ്യത്തെ പ്രിൻസിപ്പിൾ സാറ് പഠിപ്പിക്കുന്ന ഇതാണ്. ഈ 4 സാധനം ബ്ലോക്ക് ആയി കിടക്കുകയോ ശരിയായി ഇതിന്റെ വായു ഗതി കറക്റ്റ് അല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ദോഷങ്ങൾ, ത്രിദോഷ ഇംബാലൻസ് ആയി പോവുകയും രോഗങ്ങൾ വരികയോ ഒക്കെ ചെയ്യത്തുള്ളൂ. സോ ഇതിനെ 4 എണ്ണത്തിനെയും കൃത്യമാക്കാനാണ് സാർ ആദ്യം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ നോക്കിക്കഴിഞ്ഞാല് മലബന്ധം, മലത്തിനെ നോക്കാം. കാരണം ഏറ്റവും കൂടുതൽ മാലിന്യം പുറത്തു തള്ളുന്ന, ഒരു ക്വാണ്ടിറ്റി വൈസ് പുറത്തു തള്ളുന്ന ആളാണ് മലം. മലബന്ധം അല്ലെങ്കിൽ മലം പുറത്തു പോകുമ്പം ആ കൂടെ എന്തൊക്കെ പോകുന്നുണ്ടാകും? ഒന്ന് ആലോചിച്ചാൽ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതായത് 25% കൂടുതൽ വെള്ളത്തിൽ ലയിച്ചാണ് മലം വരുന്നത്. പിന്നെയോ മ്യൂക്കസ് കാണും. അതായത് കഫം കാണും. കാരണം നമ്മുടെ മ്യൂക്കസ് മെമ്പറൈൻ നമ്മുടെ ശരീരത്തിന്റെ ഈ വായ ലൈനിങ്, ഈ സൈനസ് ലൈനിങ് തൊട്ട് തലം തൊട്ട് എല്ലാ മേഖലകളെയും, മാക്സിമം പല മേഖലകളെയും കവർ ചെയ്യുന്ന ആദ്യത്തെ ലെയറാണ് മ്യൂക്കസ്, കഫമേഖല. നമ്മുടെ ശരീരത്തെ അസിഡിറ്റി കൂടുമ്പോൾ മാത്രമേ മ്യൂക്കസ് മെമ്പറൈൻ അസ്വസ്ഥതപ്പെട്ട് മ്യൂക്കസ് പുറത്തു വരത്തുള്ളൂ, കഫം പുറത്തു പോകത്തെന്ന് പറയും. നമ്മുടെ ഒരു സോയിൽ ഇറോഷൻ പോലെ സെൽ ഇറോഷനാണ് ഈ കഫം എന്ന് പറയുന്ന അവസ്ഥ. അതുകൊണ്ട് അതൊരു മലമാണ്, അത് അകത്തിരിക്കരുത്, അതിനെ പുറത്തു വിടണം.
മലത്തിലൂടെ വേറെ എന്തൊക്കെ പോകാം? വെള്ളം പോകുന്നുണ്ട്, മ്യൂക്കസ് പോകുന്നുണ്ട്, ഫൈബർ പോകുന്നുണ്ട്. കാര്യം ഫൈബർ എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ നല്ല ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാൻ എല്ലാവരും പറയും. ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാൻ പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് നമ്മുടെ മുടി നമ്മൾ കുളിക്കുമ്പം മുടി ഈ വെള്ളം പോകുന്ന ദ്വാരത്തിൽ കുടുങ്ങി പോകുമ്പോൾ അത് നമ്മൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ മുടി മാത്രമല്ല കൂടെ വരുന്നത്, വേറെ എന്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ കൂടെ അതിൽ ബ്ലോക്കായി നിൽക്കുന്ന ചെളിയും ഓയിലും എല്ലാം കൂടെ ഒരു ക്ലീനിങ് പോലെ മുടി അങ്ങ് എടുത്തുകൊണ്ട് വരിക. ഇതേ പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഫൈബർ എന്നാലും ചെയ്യുക. ഫൈബർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ മാസ് കണ്ടന്റ് ഫൈബറിൽ ലയിച്ച് പുറത്തോട്ട് വരും. അതുകൊണ്ടാണ് ഫൈബർ കണ്ടന്റ് കഴിക്കാൻ പറയുന്നത്. ഇനി അത് പോട്ടെ, മൂത്രത്തിൽ ദഹിക്കാത്തതായിട്ടുള്ള ആഹാര സാധനങ്ങളും വരും അല്ലെ? എന്തോ ദഹിച്ചതും ദഹിക്കാത്തതുമായിട്ടുള്ള ആഹാര സാധനങ്ങളും നമ്മൾ കഴിക്കുന്ന എല്ലാം മാക്സിമം ദഹിക്കണം എന്നില്ല. പലതും ദഹിക്കാതെ വരും. ഇപ്പൊ ശരീരത്തിന് ആ ടൈമിൽ ദഹിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരിക്കും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കാതെ പുറത്തുപോയി. ഇപ്പൊ ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഫൈബർ റിച്ച് ഫുഡ് ഒന്ന് കഴിച്ചു പോകണം. കഴിക്കരുത്, ഞാൻ കഴിക്കണം എന്നല്ല പറഞ്ഞ്, കഴിക്കരുത്. പ്രത്യേകിച്ച് മത്തങ്ങ, ക്യാരറ്റ്, വളരെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഈ സമയത്ത് കഴിക്കാൻ പറയാറില്ല. കാരണം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ജഠരാഗ്നി കുറവാണ്. അതുകൊണ്ട് ഇതിനെല്ലാം ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ശരീരത്തിന് ഇപ്പൊ കുറവാണ്. അതുകൊണ്ടാണ് വളരെ ലൈറ്റ് ഫുഡ് നിങ്ങൾ കഴിക്കുക, എന്നാ പോഷണങ്ങളൊക്കെ വേണം എന്ന് പറയാൻ കാര്യം. ഇനി യൂറിനിൽ, മൂത്രത്തിൽ എന്തെല്ലാം കലർന്നാണ് യൂറിൻ വരുന്നത്? ശരീരത്തിൽ എന്തൊക്കെ മാലിന്യമാണ് ഈ മൂത്രത്തിലൂടെ പുറത്തു പോകുന്നത്? ഷുഗർ, പ്രോട്ടീൻ. ഷുഗർ, പ്രോട്ടീന്. മൂത്രത്തിന്റെ രുചി എന്താ? സോൾട്ട്, സോഡിയം. പിന്നെയോ അതിന് ആസിഡ് ഉണ്ട്. കറക്റ്റ്. മൂത്രത്തിലൂടെ ലയിച്ചാണ് നമ്മുടെ ശരീരത്തിൽ, വെള്ളത്തിൽ ലയിച്ച് എന്തെല്ലാം പുറത്തു പോകാവോ, ശരീരത്തിൽ നിന്ന് മാലിന്യം പുറത്തു പോകാവോ അതെല്ലാം മൂത്രത്തിലൂടെ പുറത്തു പോകും. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരം വാട്ടർ സൊല്യൂബിൾ ആഹാരങ്ങളെല്ലാം എന്തെല്ലാം പോഷണങ്ങൾ കൂടിപ്പോയാലും വാട്ടർ സൊല്യൂബിൾ പോഷണമാണെങ്കിൽ അവ മൂത്രത്തിലൂടെ ലയിച്ച് പുറത്തു പോയിക്കോളും. അതുകൊണ്ടാണ് ഈ വിറ്റമിൻ ബി ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കുമ്പോൾ അളവ് കൂടിയാലും കുഴപ്പമില്ല എന്ന് പറയാൻ കാര്യം. അതിന്റെ അളവ് കൂടിപ്പോയാലും മൂത്രത്തിലൂടെ ലയിച്ചിവ പുറത്തു പൊയ്ക്കൊണ്ടേയിരുന്നു. അതിന്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ സാറ് പറയുന്ന വിറ്റമിൻ ബി വിത്ത് സി ടാബ്ലറ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ യൂറിന്റെ കളർ മഞ്ഞയായിരിക്കും. അത് നോർമലാണ്. കാര്യം അതിന്റെ എക്സസ് വരുന്നത് പുറത്തു പോകുന്ന രീതിയാണത്. ഇനി അടുത്ത ആലോചിച്ചേ, വേർപ്പിലൂടെ എന്തെല്ലാം പുറത്തു പോകും? സോഡിയം പോകും, പുളി പോകും, അസിഡിറ്റി പോകും, മറ്റു മാലിന്യങ്ങൾ. ഈ മൂത്രത്തിന്റെ അതേ ഒരു കൺസിസ്റ്റൻസിയിലുള്ള എല്ലാ സാധനങ്ങളും, പ്രത്യേകിച്ച് വിയർപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫാറ്റും കൂടെ പുറത്തു പോയിക്കോളും. മൂത്രത്തിലൂടെ ഫാറ്റ് കണ്ടന്റ് പുറത്തു വരില്ല, പക്ഷെ വിയർപ്പ് ഗ്രന്ഥികളിൽ കൂടെ ഫാറ്റ് കണ്ടന്റ് കൂടെ പുറത്തു പോകാനുള്ള ശേഷിയുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ശ്വസനത്തിലൂടെ എന്തെല്ലാം പുറത്തു പോകാം? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ, എക്സസ് ഓക്സിജൻ, എക്സസ് നൈട്രജൻ, എക്സസ് ഹൈഡ്രജൻ, ജലം. ഇതെല്ലാം തന്നെ ജലത്തിൽ ലയിച്ചുമാണ് ഇതെല്ലാം തന്നെ പുറത്തും പോകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തോട്ട് എന്തെല്ലാം കയറിയാലും ഇതിനെല്ലാം പുറത്തോട്ട് കളയാനുള്ള ഒരു ശേഷി ശരീരത്തിന് തന്നെയുണ്ട്. മെത്തേഡ്സ് ഉണ്ട്, വഴികളുണ്ട്. അതിനെ കൃത്യമായിട്ടൊന്ന് പ്രവർത്തിക്കാൻ മാത്രം നമ്മളൊന്ന് സഹായിച്ചാൽ മതി. നമ്മൾ ചിലപ്പം അവർ കൃത്യമായി പ്രവർത്തിക്കാനുള്ള ആഹാരങ്ങളല്ല കഴിക്കുക. ഇപ്പം ഉദാഹരണം വേവിച്ച ആഹാരങ്ങൾ കഴിക്കുമ്പോൾ തന്നെ നോർമലി നമുക്ക് അസിഡിറ്റി ഉണ്ടാകും. അതുകൊണ്ട് ആർക്ക് അസിഡിറ്റി വരാന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല. നിങ്ങൾക്ക് നമുക്കൊരു 25 വയസ്സ് വരെ ചിലപ്പം അസിഡിറ്റി എന്ന് പറയുന്ന കാര്യം 20-ആം വയസ്സ് വരെ കാണത്തില്ല, 15 വയസ്സ് വരെ കാണത്തില്ല. ഇതിന് ശേഷം ഉറപ്പായിട്ടും തുടങ്ങും. കാര്യം എന്ന് വെച്ചാൽ വേവിച്ച ആഹാരം അസിഡിറ്റി ആണ്. നമ്മുടെ ശരീരത്തിന്റെ കൺസിസ്റ്റൻസിയിലുള്ള പരിധിയിലുള്ള ആഹാരങ്ങളല്ല അത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും കുക്കുംബർ ജ്യൂസ് ശീലമാക്കണമെന്ന് സാറ് പറയാനായിട്ട് കാര്യമാവുന്നത്. അങ്ങോട്ട് വരാം. ആദ്യം ശോധനം. ഈ 4 മെത്തേഡ്, 4 വഴികളെ തുറക്കാനുള്ള വഴിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ശരീരത്തിന്റെ വായുഗതിനെ ശരിയാക്കാന്നുള്ളത്. ശരീരത്തിന്റെ വായുഗതി എപ്പോഴും നിൽക്കുന്നത് കീഴ്പോട്ടാണ്. ഫ്രം ദ ടോപ്പ്, അതായത് നമ്മൾ ശ്വസിക്കുന്നത് ഇതിലെ കൂടിയാണെങ്കിൽ ആ ശ്വാസം മാക്സിമം കാർബൺ ആയിട്ടുള്ളത് എലമെന്റ്സ്, കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ പോലുള്ള എലമെന്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിലേക്കൂടെ തന്നെ പുറത്തു പോയിക്കോളും. പക്ഷെ അതേസമയം ഇതേ വായു കുറെ 25% കീഴ്പോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. ആ സാധനം കൃത്യമായിട്ട് പുറത്തു പോകുന്നത് മലത്തിന്റെ കൂടെയാണ്. അപ്പൊ ആ മലബന്ധം ഉണ്ടായാൽ ഉറപ്പായിട്ടും വായുഗതി
ഇവിടെ തങ്ങി നിൽക്കും. അതാണ് നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാകാൻ കാര്യം. അപ്പൊ മലബന്ധം ഉണ്ടായാൽ ആദ്യം വരുന്നത് ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടാകും, അൾസർ ഉണ്ടാകും, വയറെരിച്ചിലുണ്ടാകും, നെഞ്ചെരിച്ചിലുണ്ടാകും, വായുകൾ പൊട്ടും. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് സിമ്പിൾസ് ആയിട്ട് കാണിക്കുന്നത്. തലവേദന ഉണ്ടാകും, സൈനസ് പ്രശ്നം ഉണ്ടാകും. അവസാനം വരുന്നൊരു കാര്യമാണ് ഈ സൈനസ് പ്രോബ്ലം. സൈനസിലെ കഫം കിട്ടുക എന്ന് പറയുന്നത് മലബന്ധമുള്ള ഒരാൾക്കാണ് വരിക. അതുകൊണ്ട് സൈനസിൽ പ്രശ്നമുള്ള ആളുകൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും മലബന്ധമുണ്ട്. എല്ലാ ദിവസവും വയറ്റിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കും, പക്ഷെ മുഴുവൻ പോകുന്നില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം എല്ലാവർക്കും മലബന്ധം വരാതിരിക്കാൻ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ കർക്കിടക മാസം ഇന്നലെ ചെയ്തൊരു പ്രോഗ്രാം ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് സാറ് പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് രാത്രി അതിന്റെ പ്രൊസീജിയർ തുടങ്ങുവാണെങ്കിൽ ഇന്ന് രാത്രിയിലേക്ക് വേണ്ടി നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആവുക. രാത്രിയിലേക്ക് വേണ്ടി ബാലസുധ എന്ന് പറയുന്ന മരുന്നാണ്. അത് ആക്ച്വലി അതിനകത്ത് 3 കണ്ടന്റ് ഉള്ളത്. 1 ആവണക്കെണ്ണയാണ്, 2 നീർവാളമാണ്, 3 അതിനകത്ത് ബ്രഹ്മിയാണ്. അപ്പൊ ഈ ആവണക്കെണ്ണയും ബ്രഹ്മിയും ശരീരത്തിന് ഓക്കെയാണ്, പ്രശ്നമില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ബ്രഹ്മി വളരെ നല്ലതാണ്. അതേസമയം നീർവാളം എന്ന് പറയുന്നത് കാസ്റ്റർ ഓയിൽ അല്ലേ? കറക്റ്റ്. ഓക്കെ. അതേസമയം നീർവാളം എന്ന് പറയുന്ന ഒരു മരുന്ന് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. വളരെ പ്യൂരിഫൈഡ് ഫോമിലാണ് ചേർത്തിരിക്കുന്നത്. നീർവാളത്തിനെ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യാനേ പാടത്തില്ല, കാരണം ഡയറക്റ്റ് യൂസ് ചെയ്താൽ വിഷമാണ്, ആള് മരിച്ചു. പക്ഷെ നീർവാളം പ്യൂരിഫൈഡ് എന്ന് പറയുന്നത് ശരീരത്തിനെ ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ടാണ് ഈ ബാലസുധയിൽ അത് ചേർത്തിരിക്കുന്നത്. 1 മില്ലിഗ്രാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ സേഫ് ആണ്, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഈ ഒരു ഐറ്റം, ഈ ഒരു മരുന്ന് ശരീരത്തിൽ ചെല്ലുമ്പോൾ ഈ വിഷത്തിനെ പുറന്തള്ളാനാണ് ശരീരം ശ്രമിക്കുക. 2 മെത്തേഡേ ഉള്ളൂ. ഒന്നെങ്കിൽ ഛർദ്ദിച്ച് കളയുക, അല്ലെങ്കിൽ കീഴ്പോട്ട് കളയുക. നീർവാളത്തിന്റെ പൊട്ടൻസി ആവണക്കെണ്ണയിൽ ചേർക്കുമ്പോൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും 99% മലമായിട്ട് പുറത്തു പോകാനാണ് ഇവർക്ക് പൊട്ടൻഷ്യൽ ഉള്ളത്. അതുകൊണ്ട് ഇത് കഴിക്കുക. ഈ ഒരു മരുന്നാണ് നമ്മൾ എടുക്കുക. മലബന്ധം മാറ്റാൻ അല്ലെങ്കിൽ വയറ് ഒഴിക്കാനായിട്ട് പല പല മെഡിസിൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ അത്രയും കപ്പാസിറ്റി വേറെ ഒന്നിനും ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടാകും, ഷെയർ ചെയ്യാം. അപ്പം ഇന്ന് രാത്രി നമ്മൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കിടക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ്, ആഹാരത്തിന് 2 മണിക്കൂർ ശേഷം ബാലസുധ എന്ന മെഡിസിൻ എടുക്കുക. ഏകദേശം നോർമലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 6 തുള്ളി മതി. ഒരാളുടെ ശരീരവും അയാളുടെ മലബന്ധത്തിന്റെ ഒരു അവസ്ഥ അനുസരിച്ച് നമ്മൾ വ്യത്യാസപ്പെടുത്തി കൊടുക്കുക. 12 തുള്ളി വരെ കഴിക്കാം എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. 12 തുള്ളി വരെ കഴിച്ചവരെ അറിയാം. അപ്പൊ നമ്മൾക്കൊരു 6 തുള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 6 തുള്ളി എടുക്കുക, 1/2 ഗ്ലാസ് കട്ടൻ കാപ്പി അല്ലെങ്കിൽ 1/2 ഗ്ലാസ് കട്ടൻ ചായയിൽ കലർത്തി ചെറു ചൂടിൽ കുടിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, മുഴുവൻ കുടിക്കണം. കാരണം ഫാറ്റ് ആയതുകൊണ്ട് ഇതിൽ ലയിക്കത്തില്ല, അടിയിൽ കിടക്കും. അതുകൊണ്ട് നന്നായിട്ട് മുഴുവൻ കുടിപ്പിക്കണം ആരെയാണെങ്കിലും. ശേഷം സാമാന്യമായിട്ട് പോലെ കടന്നുറങ്ങിക്കൊള്ളുക. പിറ്റേ ദിവസം ഒരു വെളുപ്പിനെ മുതലോ അല്ലെങ്കിൽ രാവിലെ ആയിട്ടായിരിക്കും ഇവർക്ക് വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് എത്രമാത്രം മലമാണ് നമ്മൾ അവിടെ സൂക്ഷിച്ച് വെച്ചിരുന്നതെന്ന്. ഇത് ഒരാളുടെ കേസല്ല, എല്ലാവരിലും ഇത് കാണാൻ പറ്റും. അത്രമാത്രം നമ്മുടെ ശരീരത്ത് മുഴുവൻ മലം പുറത്തു പോകുന്നില്ല. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ തന്നെ പല പല മെത്തേഡ്സിൽ ഇത് പുറന്തള്ളാനുള്ള വഴികൾ പഠിപ്പിച്ചു തരുന്നത്. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ മലം പുറത്തു കളയാൻ സാധിക്കും. രാവിലെ മലബന്ധം അതായത് വയറ്റിൽ നിന്ന് പോയി കഴിയുമ്പം ഫസ്റ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം, അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ വായുഗതി കീഴ്പോട്ടായി കഴിഞ്ഞു. ഉറപ്പായിട്ടും കഫം വരാൻ തുടങ്ങും. നല്ല സൈനസൈറ്റിസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ തുമ്മൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ടൈമിൽ ഏകദേശം 7:30 മണിക്ക് മുമ്പായിട്ട്, സൂര്യോദയത്തിന് മുമ്പായിട്ട് നമ്മൾ കയ്യന്യം എന്ന് പറയുന്ന ചെടി, ഭൃംഗരാജ് എന്ന് പറയും, കയ്യന്യം, മുടി കറുക്കാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എണ്ണ കാച്ചനൊക്കെ. ഇതിന്റെ ഇല ശേഖരിച്ച് വെക്കുക. നമ്മൾ രാവിലെ ഡേ 1 വയറൊഴിപ്പിച്ചതിന്റെ പിറ്റേ ദിവസം അന്ന് രാവിലെ നമ്മൾ കയ്യന്യത്തിനെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ കയ്യിൽ വെച്ച് അരച്ചാൽ മതി. ഏകദേശം 2 തുള്ളിയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഓരോ തുള്ളി വീതം ഇരുമൂക്കിലും ഒഴിക്കാം. അയാളെ കിടത്തിയിട്ടോ അല്ലെങ്കിൽ കസേരയിൽ ഇങ്ങനെ തല ചായച്ചു വെച്ചിട്ടോ വേണമെങ്കിൽ ഒഴിക്കാം. കിടക്കുന്നതാണ് ബെസ്റ്റ്. ഒരിക്കലും വലിച്ചു കയറ്റരുത്. അവിടെ കിടക്കുക. ഓരോ തുള്ളി ഇരുമൂക്കിലും ഫസ്റ്റ് ഡേ ഒഴിക്കുക. സെക്കൻഡ് ഡേ ആകുമ്പോൾ 2 തുള്ളി വീതം, 3-ാം ദിവസം 3 തുള്ളി വീതം. 3-ാം ദിവസമായിട്ടും മുഴുവൻ കഫം പോയില്ല എന്ന് ഫീൽ ചെയ്താൽ 4-ാം ദിവസം ചെയ്യാം. അപ്പോഴും 3 തുള്ളി വീതമേ പറഞ്ഞിട്ടുള്ളൂ. 4 തുള്ളി ചെയ്താലും പ്രശ്നമൊന്നുമില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം മലബന്ധം നീക്കിക്കളയുന്നത്. എന്നിട്ട് നമ്മൾ സൈനസും കൂടെ ക്ലീൻ ചെയ്ത് കളയും. ഈ ഒരു പ്രൊസീജിയർ. യെസ് അർച്ചന, ഒരു ഡൗട്ട്. ഈ ബാലസുധ അപ്പൊ നമ്മള് 4 ദിവസവും കഴിക്കുവോ? ഇല്ല, ബാലസുധ നമ്മൾ ഫസ്റ്റ് ഡേ ഒരൊറ്റ ദിവസം മാത്രമേ കഴിക്കേണ്ടുള്ളൂ.
ഇപ്പൊ ഇന്നാണെങ്കിൽ ഇന്ന് രാത്രി മാത്രം ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ എന്റെ അച്ഛനാണെങ്കിൽ അദ്ദേഹം മാസത്തിൽ 2 ദിവസം 2 തവണ ഈ പറഞ്ഞ പോലെ ബാലസുധി ഉപയോഗിച്ച് വയറിളക്കി കളയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വേരിക്കോസിന്റെ പ്രശ്നങ്ങളും അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ നേരത്തേലും ഒത്തിരി കുറഞ്ഞിപ്പോ കാണുന്നുണ്ട്. ചർമ്മം കുറച്ചും കൂടെ അതിന്റെ കളർ കൂടി കണ്ടിട്ടുണ്ട്. പല പല പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കണ്ടിട്ടുണ്ട്. സോ വയറിളക്കുന്നത് നല്ലതാണ്, കൃത്യമായിട്ട് ഇളക്കണം എന്ന് മാത്രം. നിങ്ങള് ഇടയിൽ ചോദിക്കുന്നോണ്ട് വിഷമമുണ്ടോ? കുഴപ്പമില്ല, ഇന്ററാക്ട് ചെയ്യാനും കുഴപ്പമില്ല. ഈ പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീക്ക് എങ്ങനെ ഈ അസിഡിറ്റി പോവാൻ ചെയ്യാം? പ്രഗ്നന്റ് ആയ ആളുകൾ ഒരിക്കലും വയറിളക്കരുത്. കാര്യം അല്ല, വയറിളക്കില്ല, അസിഡിറ്റി പോവാൻ എന്താ ചെയ്യും? അസിഡിറ്റി മാറ്റാൻ അവർക്ക് 2-3 മെത്തേഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കുക്കുംബറിലോട്ട്, ആൽക്കലൈൻ ഭക്ഷണങ്ങളിലോട്ട് അവർ സ്വിച്ച് ചെയ്തോളുക. കാര്യം പ്രഗ്നന്റ് ആയിരിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം വേവിച്ച ആഹാരം കഴിച്ചാലും അത്രമാത്രം അവർ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആൽക്കലൈൻ ഫുഡിലോട്ട് അവർ പയ്യെ സ്വിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളുടെ അമ്മയുടെ വയറിനുള്ളില് ഉള്ള വെള്ളം എന്ന് പറയുന്നത് കടലിൽ കിടക്കുന്ന അതേ ആൽക്കലൈൻ പ്രതലം വേണം. ഞാൻ ഉദ്ദേശിക്കുന്നത് കടലിന്റെ അതേ ഉപ്പുരസം വേണമെന്നല്ല പറഞ്ഞത്, പക്ഷെ ഉപ്പുരസം കൂടി ഒരു ആൽക്കലൈൻ വാട്ടറിനകത്താണ് കുട്ടി കിടക്കുന്നത്. നമ്മൾ വേവിച്ച ആഹാരം കഴിക്കുമ്പോൾ ഇതിന്റെ ആസിഡ് ലെവല്, ആൽക്കലൈൻ ലെവല് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതേസമയം പഴം കഴിക്കുമ്പോ കുട്ടിയെ ഛർദ്ദിക്കണേ. പഴം കഴിക്കരുത്. പ്രഗ്നന്റ് ആയിരിക്കും നമ്മൾ അസിഡിറ്റി ഉള്ള ആളുകളോട് ഒരിക്കലും ഏത്തപ്പഴമോ പഴങ്ങൾ കഴിക്കാൻ പറയില്ല, ചക്കപ്പഴങ്ങളൊന്നും കഴിക്കാൻ പറയില്ല. കാര്യം അവർക്ക് പെട്ടെന്ന് ഒരു ആസിഡ് റിഫ്ലക്സ് ഉണ്ടാകും. അതുകൊണ്ട് അതൊന്നും കഴിക്കേണ്ട ആഹാരങ്ങൾ എന്ന് പറയുന്നത് കുക്കുംബർ കഴിക്കുക, നല്ല കുക്കുംബർ മേടിച്ചത് കഴിക്കുക, ആപ്പിൾസ് കഴിക്കുക, പുളിയുള്ളവ കഴിക്കുക, ഓറഞ്ച്, മാങ്ങ, നാരങ്ങ വെള്ളം, തണ്ണിമത്തൻ ജ്യൂസ്. വാട്ടർ കണ്ടന്റ് ഏകദേശം 60% എബവ് നിൽക്കുന്ന ആഹാരങ്ങളാണ് അവർക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഫ്ലാവനോഡ്സ് കൂടുതലുള്ളത്, കളർഫുൾ ആഹാരങ്ങൾ കൊടുക്കുക അവർക്ക്, കളർഫുൾ വെജിറ്റബിൾസ്, കളർഫുൾ ഫ്രൂട്ട്സ് കൊടുക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ അവർക്ക് കൊടുക്കാതിരിക്കുക, തൽക്കാലം കൊടുക്കാതിരിക്കുക. പയ്യെ 6th മന്ത് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തു തുടങ്ങാം. ഓക്കെ, 7th മന്തായി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. കാര്യം ഒരു പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം എന്താ കഴിക്കേണ്ടത്, അത് മാത്രം കൊടുത്താൽ മതി. ആദ്യത്തെ 4 മാസം ആൾക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ആൾക്ക് ചില എലമെന്റുകൾ ശരീരത്തിൽ കുറവാകുമ്പോഴാണ് നമുക്ക് പല പല വേർഡ് കോമ്പിനേഷൻ കഴിക്കാൻ തോന്നുന്നത്. അതെന്താണ് കുറവുള്ളതെന്ന് ആ സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ 5ാം മാസം തൊട്ട് അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം എന്താ കഴിക്കേണ്ടത്. ആ ടൈമിൽ അലൈൻമെന്റ് കറക്റ്റ് ആകും. അത് കൃത്യമായിട്ട് അറിയാനാണ് സാർ ആദ്യം തൊട്ടേ സന്നിധാനം ധ്യാനം ചെയ്യ്, അസിഡിറ്റി മാറ്റ്, പല പല കാര്യം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന അമ്മമാർക്ക് കൃത്യമായിട്ട് അവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇത് ഞങ്ങള് ഡിവൈൻ മദർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോധ്യമായൊരു കാര്യം. നമ്മളെ അമ്മമാരെ കറക്റ്റ് ട്രാക്കിലാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് കുഞ്ഞിന് എന്താ വേണ്ടതെന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട്. ഓക്കെ, നേരെ വിഷയത്തിലോട്ട് എടുക്കാണ്. ശോധനത്തിന്റെ നമ്മൾ ആ വായു താഴോട്ടാക്കുന്ന കാര്യം, മലം പുറത്ത് കളയുന്ന കാര്യം പറഞ്ഞു, സൈനസ് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി അറിയേണ്ടത് നമ്മുടെ ത്വക്കിന് ശ്വസിപ്പിക്കണം. നമ്മുടെ ഓരോ കോശവും ശ്വസിക്കുകയും അതിന് ഓരോ കോശത്തിനും നമ്മുടെ സ്നേഹം തിരിച്ചറിയാനും, നമ്മളെ ഒരാളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹങ്ങൾ ഓരോ കോശത്തിനും കിട്ടുന്നുണ്ട്. നമ്മളോടൊരു ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ഓരോ കോശത്തിനും ആ ദേഷ്യം കിട്ടും. അതേപോലെ നമ്മളൊരു വർത്താനം പറയുമ്പോൾ നമ്മൾ വായിക്കൂടെ മാത്രമല്ല പറയുന്നത്, നമ്മുടെ ഓരോ കോശവും വർത്താനം പറയും. അതുകൊണ്ടാണ് പലപ്പോഴും ചിന്തകളിൽ പോലും ഭിന്ന അഭിപ്രായങ്ങൾ വരുന്നത്. അപ്പം ഓരോ കോശത്തിന് ഇപ്പൊ പ്രഗ്നന്റ് ആയതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം. പണ്ട് പറയുമായിരുന്നു പ്രഗ്നന്റ് ആയ ആളുകൾ ഒരിക്കലും വിത്തുള്ള ആഹാരങ്ങളെ മുറിക്കരുതെന്ന് പറയും. കാര്യം ഒരു വിത്തിനെ നമ്മൾ അബദ്ധത്താൽ അത് മുറിക്കുന്ന സമയത്ത് ഒരു വിത്ത് മുറിഞ്ഞു പോയാൽ ആ ഒരു കർമ്മം കാര്യം അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കാരണം നമ്മുടെ കോശതലത്തിൽ വരെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകും എന്ന് പറയും. ആ ഒരു കുട്ടിക്ക് അതിന്റെ ഇമ്പാക്ട് ഉണ്ടായി വരുമെന്ന് വരെ പറയും. അത്രമാത്രം നമ്മുടെ കോശം നമ്മളുടെ പതിപ്പാണെന്ന് സാർ എപ്പോഴും പഠിപ്പിക്കുന്നതിന്റെ കാര്യം അതാ. സോ നമ്മളിപ്പോ ഒരു ആരോഗ്യ പദ്ധതി തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് എനിക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകുമ്പോൾ എനിക്ക് രോഗം വരാതിരിക്കാനാണ്, എനിക്ക് ആരോഗ്യത്തിനാണെന്നാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകമായിട്ടും ഒരു നാച്ചുറാലിറ്റി അതിനില്ല, വളരെ ആർട്ടിഫിഷ്യാലിറ്റിയാണ് അതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മടുത്തു പോകും, മനസ്സ് മടുത്തു പോകും, നമുക്ക് താല്പര്യം ഇല്ലാതാകും, നമ്മൾ ചെയ്യത്തുമില്ല. അവിടെയാണ് ഇന്റൻഷൻ കറക്റ്റ് ചെയ്യണമെന്ന് എപ്പോഴും പറയുന്നത്. ഇതിലാണ് പണ്ട് നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഇത്രമാത്രം പുകഴ്ത്തിയിരുന്നത്. കാര്യം സംസ്കാരത്തിൽ ഒരു കാര്യം വരുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അതൊരു ചര്യയായിരുന്നു. ഇറ്റ് ഷുഡ് ബി ഡൺ, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഇറ്റ് ഷുഡ് ബി ഡൺ എന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇന്റൻഷൻസോ ലക്ഷ്യങ്ങളോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഇല്ലായിരുന്നു.
കോശതലത്തിൽ അത് വളരെ നല്ലൊരു ചര്യയായിരുന്നു. അതുകൊണ്ട് അത് തന്നെത്താനെ പ്രവർത്തിക്കും. അതിന്റെ റിസൾട്ടുകൾ നമുക്ക് ഒത്തിരി കിട്ടും. പക്ഷെ ഇപ്പം നമ്മൾ എത്ര ചെയ്താലും റിസൾട്ടുകൾ കിട്ടില്ല. കാര്യം നമ്മുടെ ഇന്റൻഷൻ ശരിയല്ല. അതിനാണ് അടുത്തത് സാറ് പറയുന്നത് ശ്വസിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറയും. ഫസ്റ്റ്ലി പറയുന്ന കാര്യമാണ് സ്റ്റീമിങ്. സ്റ്റീം ബാത്ത് എടുക്കുക എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശത്തിനെയും ശ്വസിപ്പിക്കണമെങ്കിൽ അതിന്റെ അഗ്നിതലം കറക്റ്റ് ചെയ്യണം. അതിന്റെ പിത്തരസം കുറച്ച് കൂട്ടുക. അതായത് ശരീരത്തിനൊന്ന് ചൂടാക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടും അതിന് വേണ്ടിയിട്ട് നാരങ്ങാ തൈലം മേടിക്കാൻ കിട്ടും. നാരങ്ങ ഇട്ട് എണ്ണയിൽ ചൂടാക്കി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നാരങ്ങ തൈലം. അതിന്റെ വിറ്റമിൻ സി ക്വാളിറ്റി കാരണം ത്വക്ക് പെട്ടെന്ന് ഓപ്പൺ ആയി വരും. അതുകൊണ്ട് പ്രഗ്നന്റ് ആയവർക്ക് പറ്റുമോ? പറ്റും. അവർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ മൈൽഡ് ആയിട്ട് കൊടുക്കാവൂ. അവരുടെ മുഖം ആദ്യം ചെയ്തിട്ട് വേണം പയ്യെ ബോഡി ചെയ്ത് കൊണ്ടുവരാൻ. പണ്ട് അമ്മമാർ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ അടുപ്പിലുള്ള കനലിട്ടിട്ട് കനലിനകത്ത് ചില മരുന്നുകൾ ഇടും. ഇത് വെച്ചിട്ട് അവരുടെ ശരീരത്തിന്റെ ചുറ്റും നടക്കും. ശരീരത്തിന് ചുറ്റും നടന്ന്, അല്ലെങ്കിൽ തേങ്ങ ചിരട്ട വെച്ചിട്ട് അവർ ചെയ്യുന്നത്, ചുറ്റും നടന്ന് അവരെ പുകയ്ക്കാന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അവരെ വേർപ്പിക്കണം. അപ്പൊ മൈൽഡ് ആയിട്ട് ചെയ്യാം, വളരെ കുറച്ച് ചെയ്യാവുള്ളൂ. പതിയെ ലോങ് ആയിട്ട് ചെയ്താൽ മതി. എന്ത് എണ്ണയാണ് നാരങ്ങ തൈലത്തിന് ഉപയോഗിക്കുന്നത്? നാരങ്ങ തൈലത്തിന് സാധാരണഗതിയിൽ കടുകെണ്ണ ഉപയോഗിക്കാറുണ്ട്. എള്ളെണ്ണയാണ് ശരിയായി ശുദ്ധമായ എള്ളെണ്ണയില് നാരങ്ങയും മഞ്ഞളും ചേർത്താണ് ഉണ്ടാക്കുന്നത് നാരങ്ങ തൈലം. അപ്പൊ ശുദ്ധമായ എള്ളെണ്ണ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സാറ് ക്ലാസ് എടുത്തപ്പോഴും പറയുകയുണ്ട്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഇവിടെ ഉണ്ടാക്കുമ്പോഴും എനിക്ക് മനസ്സിലായ സാധനം, 1 കിലോ എള്ളിനകത്ത് നിന്ന് ചിലപ്പോ ഒരു തവി എണ്ണ കിട്ടും. ദാറ്റ്സ് ഓൾ. അപ്പൊ അതുകൊണ്ടാണ് ശുദ്ധമായ എള്ളെണ്ണയ്ക്ക് വളരെ വില കൂടുതൽ. കാര്യം അത്രമാത്രം പവിത്രമാണ്. വളരെ ക്വാളിറ്റിയിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ എണ്ണയായിട്ടാണ് എള്ളെണ്ണ പറയുന്നത്. സോ നമുക്കത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ എള്ളെണ്ണ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് പരിണിത ക്ഷീര കേര തൈലം എന്ന് പറയുന്ന വേറൊരു എണ്ണയുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കുക. ഐ സജസ്റ്റ് നാരങ്ങ തൈലം. കാരണം എല്ലാ തവണ നാരങ്ങ തൈലത്തിന്റെ അത്ര എഫക്റ്റ് വേറെ കണ്ടിട്ടില്ല. നാരങ്ങ തൈലം എടുക്കുക. നമ്മളിപ്പോ ഇന്ന് വയറിളക്കി, നാളെ നസ്യം ചെയ്തു, രാവിലെ ഒരു ഉച്ച വരെ നമ്മൾ നല്ല ഫ്രൂട്ട്സും നല്ല വെജിറ്റബിൾസ് ഒക്കെ പച്ചയ്ക്ക് റോ ആയിട്ട് കഴിക്കുക. കാര്യം നമ്മൾ ഒന്ന് വയറിളക്കി കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ഏറ്റവും ഫൈബർ റിച്ച് ആയിട്ടുള്ളതും അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം. മാഡം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നസ്യം ചെയ്യാൻ ഉപയോഗിച്ച സാധനം ഒന്ന് പറയൂ. അതെന്താ ചെയ്തത്? നസ്യം ചെയ്യാൻ കയ്യന്യം, ഭൃംഗരാജ് എന്ന് പറയും. ഭൃംഗരാജ്, കയ്യന്യം, കയ്യൂന്നി, പല പല പേരിൽ പറയുന്നുണ്ട്. ഓയിൽ അല്ല, ഭൃംഗരാജ്. ചെടിയെ പച്ചക്കെടുക്കുക. ആയുർവേദത്തില് ഓയിൽസും പലതും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഞാൻ ചെയ്തു നോക്കിയിൽ എനിക്ക് എഫക്റ്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഭൃംഗരാജ് അടിപൊളി എഫക്റ്റ് ആണ്. എത്ര ഇൻഫെക്ഷൻ ഉള്ളവർക്കും പുറത്തു പോകും. ഭൃംഗരാജ് എന്ന് വെച്ചാൽ കഞ്ഞുണ്ണി, നമ്മള് തലയിൽ തേക്കുന്നതല്ലേ കഞ്ഞുണ്ണി? അതെ. ആ ചെടീനെ പറിച്ച് വേണം നമ്മള് കയ്യിലിട്ട് തിരുമ്മി, ഒന്ന് കഴുകിയിട്ട് കയ്യിലിട്ട് തിരുമ്മി അതിന്റെ ജ്യൂസ് എടുക്കാൻ. അതാണ് നമ്മള് ഉപയോഗിക്കുന്നത്. ഓരോ ഡ്രോപ്പ് അല്ലെ? ഫസ്റ്റ് ഡേ ഓരോ ഡ്രോപ്പ്, സെക്കൻഡ് ഡേ 2 ഡ്രോപ്പ്, തേർഡ് ഡേ 3 ഡ്രോപ്പ് വീതം, ഫോർത്ത് ഡേയും 3 ഡ്രോപ്പ് വീതം, 4 ഡ്രോപ്പ് ആയാലും കുഴപ്പമില്ല. ഓക്കെ മാം, താങ്ക് യു. യെസ്, നമ്മൾ വേർപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഉച്ചവരെ വളരെ നല്ല റോ ഫുഡ് കഴിക്കുക. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് മില്ലറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ, മില്ലറ്റിനോട് എന്ത് കറിയും കൂട്ടി മില്ലറ്റിന്റെ ആഹാരം കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. രാത്രി നിങ്ങൾ നമ്മുടെ അരിയുടെ ആഹാരം, നല്ല ഞവര അരി ചോറുകളൊക്കെ കഴിക്കുക. ഓക്കെ, ആ ഉച്ചവരെ നമ്മുടെ ശരീരത്തിന് ഒന്ന് അധികം എനർജി ഉപയോഗിക്കേണ്ടതൊന്ന് വെറുതെ വിടാൻ പറ്റണം. നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന പോലെ ശരീരത്തിൽ നിന്ന് വെറുതെ വിടുക. ആ ഡൈജഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയാണ് സാധാരണഗതിയിൽ ശരീരം അതിന്റെ 80% ഓഫ് എനർജി യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഉച്ചവരെ അതിനെ വെറുതെ വിടുന്നു. നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, നല്ല വെജിറ്റബിൾസ് കഴിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ യു ക്യാൻ ഡു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറയുന്നത് സ്റ്റീം ബാത്തിങ്. ആയുർവേദ കേന്ദ്രങ്ങളിൽ ചെയ്യുന്നുണ്ട്, പഞ്ചകർമ്മ ചികിത്സാലയങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിങ്ങൾക്ക് മേടിച്ച് വെക്കാവുന്ന സ്റ്റീം ബാത്തിങ് സാധനങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്. സോ സ്റ്റീം ബാത്തിങ് എടുക്കുമ്പോഴാണ് നമ്മൾ നാരങ്ങാ തൈലം അല്ലെങ്കിൽ പരിണിത ക്ഷീരകേര തൈലം ഉപയോഗിക്കേണ്ടത്. തേക്കുക, എന്നിട്ട് ശരീരം നിറയെ തേക്കണം. ശരീരം നിറയെ തേച്ചിട്ട് ഡ്രസ്സുകൾ മുഴുവൻ, വസ്ത്രങ്ങൾ മുഴുവൻ മാറ്റണം. ഇന്നറും എല്ലാം മാറ്റിയിട്ട് വേണം സ്റ്റീം ബാത്തിങ്ങിന് വേണ്ടി ഇരിക്കാൻ. എല്ലാ കോശങ്ങളും തുറന്നു വരണം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മതി ഇരിക്കുക. നല്ലോണം വേർക്കും. തല ഇടരുത്, തല പുറത്തിടുന്ന അങ്ങനത്തെ സ്റ്റീം ബാത്തിങ്സ് ആണ് ഏറ്റവും നല്ലത്. സോ നന്നായിട്ട് വേർക്കുക.
അപ്പൊ സ്റ്റീം ബാത്തിങ്ങിന് കയറുന്നതിന് മുമ്പ് ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ കയറുവാണെങ്കിൽ നന്നായിരിക്കും. കാര്യം ഡീഹൈഡ്രേഷൻ ആണ് സംഭവിക്കുന്നത്. വെള്ളം നന്നായിട്ട് കുടിച്ചിട്ട് കയറുക, ക്ഷീണം വരത്തില്ല. ഇത് കഴിഞ്ഞ് നേരെ ഇറങ്ങുമ്പം നമ്മൾ കുളിച്ച് പിന്നെ ഇറങ്ങി വരിക. ഈ ഇത്രയും പ്രൊസീജിയർ മാത്രം നിങ്ങൾ ചെയ്യുമ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിന്റെ ഒരു പകുതി ലൂസായ പോലെ, കാറ്റ് കയറി ഇറങ്ങുന്ന പോലെ, യു വിൽ ഫീൽ വെരി ഓപ്പൺ ആൻഡ് എനർജറ്റിക്. വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ്. മാഡം സ്റ്റീം ബാത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി കുളിക്കണോ? സ്റ്റീം ബാത്തിങ് കഴിഞ്ഞ് സംശയം ഒന്ന് അവസാനം ആയിക്കൂടെ? ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഡൗട്ട്സ് ലാസ്റ്റ് ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് ലാസ്റ്റ് പറയാം, 10 മിനിറ്റ്സ് ഉണ്ടാവും. സോ സ്റ്റീം ബാത്തിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ പോയി കുളിക്കണ്ട. ഒരു 15 മിനിറ്റ് നിങ്ങൾ വെറുതെ ഇരിക്കുക. ആ ടൈമിൽ ഒരിക്കൽ പോലും ഫാൻ ഇടരുത്. ശരീരത്തിന് അതാത് സ്പീഡിൽ തണുക്കാനായിട്ട് അനുവദിക്കണം. വെറുതെ ഇരുന്നാൽ മതി. നിങ്ങൾക്ക് പുറത്തു പോയിരിക്കാം, വീടിനകത്ത് എവിടെ വേണമെങ്കിലും ഇരിക്കുക, ഡ്രസ്സൊക്കെ ഇട്ടോളുക, എന്നിട്ട് വെറുതെ ഇരിക്കുക. ശരീരം തന്നെത്താനെ ചൂടായ അത്രയും സ്പീഡിൽ തിരിച്ച് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഓക്കെ ആണ്. ഫാൻ ഇടരുത്. എന്നിട്ട് വേണം നേരെ പോയി കുളിക്കാൻ. കുളിച്ച് കയറിക്കൊള്ളുക. കുളിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും സോപ്പോ ഷാമ്പോ കെമിക്കലുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അനുഭവം ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ ആ സമയത്ത് നല്ല കടലമാവ് മേടിക്കാൻ കിട്ടും. സാധാരണ ചെറുപയറാണ് പണ്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ചെറുപയർ ചെയ്യുമ്പം സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ചെറുപയർ വെച്ചിട്ട് കുളിച്ച് നല്ലതാണ്. അതിനുശേഷം ഒന്നുകൂടെ എണ്ണ ഇട്ടാൽ മതി. എണ്ണ ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കടലമാവാണ് ബെസ്റ്റ്. അത് നേരെ വെള്ളത്തിൽ ചാലിച്ച് ശരീരം നന്നായിട്ട് തേച്ചൊരച്ച് കുളിച്ച് നന്നായിട്ട് കുളിക്കുക. അതും ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് തേങ്ങ ആട്ടി കഴിയുമ്പോൾ അതിനകത്ത് അതിന്റെ ചണ്ടി വരും, തേങ്ങയുടെ ചണ്ടി. ഇത് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ശരീരം തേച്ചു കുളിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചെളികൾ പോകുന്ന മാത്രമല്ല HDL കൂടാൻ നല്ലതാണ്, ത്വക്കിന്റെ ആരോഗ്യം കൂടാൻ നല്ലതാണ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് കുളിച്ച് കയറി വരാം. ഇത്രയുമാണ് ഒരു പ്രൊസീജിയർ. നമ്മളെന്ന് പറഞ്ഞ 4 മെത്തേഡ്സ്, 4 വഴികൾ തുറന്നു വിടാനുള്ളത്. ഇതിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യം, ഡെയിലി നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി നമ്മൾ കഴിച്ചു കഴിഞ്ഞ്, അച്ഛൻ പണ്ട് തന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന കഴിച്ചു കഴിഞ്ഞിട്ടായിരുന്നു. കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആവി പിടിക്കുക. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പം കുളിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് നേരെ അവരെ കൊണ്ടുവന്നിട്ട് ഒന്ന് ആവി പിടിപ്പിക്കുക. അത് മുഖമൊക്കെ ഇട്ട്, മുഖത്തിൽ നമ്മൾ തുണിയൊക്കെ ഇട്ട് ആവി പിടിക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ആവി പിടിപ്പിക്കുക. സോ ദാറ്റ് നമ്മുടെ മുഖത്തിൽ എല്ലാ സുഷിരങ്ങളും ഓപ്പണായി, കുരുക്കളൊക്കെ ഉള്ളവർക്ക്, പിമ്പിൾസ് വരുന്നവർക്ക്, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഡെയിലി സ്റ്റീം ചെയ്യുന്നത്. അവരെ മാത്രമല്ല നമ്മളെല്ലാം ചെയ്യണം. നമ്മൾ ഡെയിലി സ്റ്റീം ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സ് കപ്പാസിറ്റി നന്നായിട്ട് കൂടും, ലങ്സിന്റെ ഗതി നന്നായിട്ടിരിക്കും, സൈനസ് ഇൻഫെക്ഷൻസ് ഉണ്ടാവില്ല. അപ്പൊ ഡെയിലി ആവി പിടിക്കും, പല പല സാധനങ്ങൾ ഇട്ട് ആവി പിടിക്കുന്നത് അത്യുത്തമമാണ്. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ധാരാളമാണ്. കണ്ണുകൾ തുറന്നു വെക്കരുതെന്ന് മാത്രം ശ്രദ്ധിക്കണം. ഇപ്പൊ ഡെയിലി ആവി പിടിക്കുക എന്നൊരു കാര്യം നമുക്ക് ഡെയിലി തുടർന്നു കൊണ്ടുപോകും. അതുപോലെ തന്നെ പണ്ട് നമ്മുടെ മുതിർന്നവർ ചെയ്തിരുന്നത് എണ്ണ തേച്ച് 15 മിനിറ്റ് ഒന്ന് വെയിലത്ത്, നേരിട്ട് വെയിൽ കൊള്ളലല്ല, അവർ പച്ചിലകളുടെ കീഴിൽ കൂടെ പറമ്പിൽ കൂടെ ഒന്നും നടക്കത്തേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് ആ എണ്ണയും തേച്ച് ദേഹത്ത് ഇതിങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ട് നടക്കുന്ന കാണാം. അങ്ങനെ ആ അഭ്യംഗം എന്ന് പറയുന്ന അതേ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാര്യം നേരത്തെ മാം പറഞ്ഞ പോലെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് ഗർഭം കഴിഞ്ഞു കഴിയുമ്പം, പ്രസവിച്ച് കഴിഞ്ഞ് കഴിയുമ്പം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് കുഞ്ഞിനെ അമ്മയും എണ്ണ തേച്ച് കുളിപ്പിക്കുക എന്ന് പറയും. നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു പ്രൊസീജിയർ എണ്ണ തേക്കണം എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സാധനം എന്തെല്ലാം അതിനകത്ത് ഉണ്ട് എന്നൊരു കാര്യത്തെ പറ്റി. എന്തൊക്കെ ആഹാരം കഴിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ട്, പല പല പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിനേക്കാളും എന്തെല്ലാം ഉണ്ട് എന്നതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്. അപ്പൊ ആ എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്ന പ്രൊസീജിയറിൽ എണ്ണയാണ് ഒരു ടൂളായിട്ട്, ഒരു എലമെന്റ് ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഇത് നമ്മൾ തേച്ച് കുളിക്കുന്ന ടൈമില് നമ്മുടെ ലിംബിക് സിസ്റ്റം ക്ലെൻസിങ് ആവുകയാണ്. നമ്മുടെ ഓരോ എല്ലുകളും, ഓരോ ജോയിന്റുകളും, ഓരോ ലിംസും, അതെല്ലാം വളരെ സ്ട്രോങ് ആവുകയാണ്. അത് നമ്മൾക്ക് ഇന്ന് ലാക്കിംഗ് ആണ്. കാരണം നമ്മൾ എത്ര പേര് എണ്ണ തേച്ച് എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ എടുക്ക്, കൊച്ചുമക്കളെ എടുക്ക്, ഇവരാരും ചെയ്യുന്നില്ല. നമ്മളെ തന്നെ എടുക്ക്. വി ആർ ലാക്കിംഗ് ഇറ്റ്. അതുകൊണ്ട് തന്നെ HDL കുറയാം, നമ്മുടെ എല്ലിന്റെ കപ്പാസിറ്റി കുറയാം, പല പല പ്രശ്നങ്ങളുണ്ട്. സോ എണ്ണ തേച്ചു കുളി എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് മഞ്ഞൾ തേച്ചു നിങ്ങൾക്ക് വാട്ടവർ മെത്തേഡിൽ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം,
ഒത്തിരി പേര് ഇപ്പൊ പറയുന്നുണ്ട് തൈര് തേച്ച് കുളിക്കുന്നതിനെ പറ്റി, തൈര് മുടിയെ തേക്കുന്നതിനെ പറ്റി. ഒരിക്കലും നിങ്ങൾ തൈരിട്ടും മുടിയിലും ദേഹത്തൊന്നും തേക്കരുത്. കാര്യം അത് അതിന്റെ അസിഡിറ്റി ഫോർമുല നമ്മുടെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ അല്ല, ഇന്റേണൽ ആപ്ലിക്കേഷൻ ആണ് നല്ലത്. ഓക്കെ, ഇത്രയും കാര്യം വ്യക്തമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മനുഷ്യ ശരീരത്തില് പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗൻസിനെ ക്ലീൻ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ലങ്സിനെ ക്ലീൻസ് ചെയ്യേണ്ട കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഡെയിലി നമ്മൾ ആവി പിടിക്കുന്നത് നല്ലതാണ് ലങ്സിന്റെ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടും അതിലെ കഫം പുറത്തു പോകാനും എന്തെല്ലാം മാലിന്യം ഉണ്ടെങ്കിലും അതിനെ പുറന്തള്ളാനും വായുവിലോ പുറന്തള്ളാനായിട്ട് ലങ്സിന് സാധിക്കും. സോ ഡെയിലി നമ്മൾ ആവി പിടിക്കുന്നത് നല്ലതാണ്. ബാക്കിയൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയാം. പലതും ഇട്ട് ആവി പിടിക്കാം, ഡെയിലി ആവി പിടിക്കുന്നത് നല്ലതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പഴുത്ത മത്തങ്ങ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ലങ്സിൽ ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് ആ ലങ്സിൽ ഇൻഫെക്ഷൻ മാറാനായിട്ട് പഴുത്ത മത്തങ്ങ പച്ചക്കരിഞ്ഞ് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നത്. വേവിക്കരുത്, ചൂടാക്കരുത്, നാരങ്ങയോ ഇഞ്ചിയോ ഒന്നും ചേർക്കരുത്. അത് മാത്രം ഡെയിലി നിങ്ങൾ 1 കപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്, ലങ്സിന്റെ ഇൻഫെക്ഷൻസ് മാറാനും ലങ്സിന്റെ കരുത്തിന് വേണ്ടിയിട്ട്. ഇനി അടുത്തത് ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ പ്രോബ്ലംസ് സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. യൂറിനറി ബ്ലാഡർ പ്രോബ്ലംസ് പുരുഷന്മാർക്ക് അതൊരു 50 വയസ്സ് കഴിയുമ്പോൾ തൊട്ടാണ് വരിക. അപ്പൊ ഈ ബ്ലാഡറിന്റെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യമാണ്. ഒന്ന്, എല്ലാ ദിവസവും നമ്മൾക്ക് ഈ ചെറുനാരങ്ങ, നമ്മൾ ലൈം ജ്യൂസ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഒക്കെ കഴിക്കുന്ന കൂട്ടത്തില് നമ്മൾ അതിന്റെ നീര് മാത്രമേ പിരിഞ്ഞെടുക്കുന്നുള്ളൂ. ആ നീരിനകത്ത് ശരിക്കും ഉള്ളത് അതിന്റെ ഷുഗർ കണ്ടന്റ് ആണ്. എല്ലാ ഫ്രൂട്ട്സിന്റെയും നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് അടിക്കാന്ന് പറയുമ്പം തൊലി ചെത്തിക്കളഞ്ഞ് അകത്തെ ആ ഒരു മാംസളമായ ഭാഗത്തിന്റെ നീര് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതില് 70% ഷുഗർ കണ്ടന്റ് മാത്രമേ ഉള്ളൂ. പോഷണം മുഴുവൻ ഇരിക്കുന്നതിന്റെ തൊലിക്കകത്താണ്. സോ ഈ ബ്ലാഡറിനെ ശുചീകരണം ചെയ്യുമ്പോൾ സാറ് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ കാര്യം, ചെറുനാരങ്ങ എടുത്തിട്ട് കുരു കളയുക, എന്നിട്ട് അതിന്റെ തൊലിയോട് കൂടിയിട്ട് നാരങ്ങ വെള്ളം അടിക്കുക. പല പല കടകളിലും നമുക്ക് ലൈം സോഡ എന്ന് പറയുന്ന, ലൈം ജ്യൂസ് എന്ന് പറയുന്നത് അങ്ങനെയാണ് തരുന്നത്. അതങ്ങനെ അടിച്ചു കുടിച്ച് ഉപ്പും മധുരം ചേർക്കാതെ കുടിക്കുന്നതാണ് ബെസ്റ്റ്. അങ്ങനെ പോലും കുടിക്കാൻ പറ്റുന്നതിന് ഉറപ്പായിട്ട് നിങ്ങൾ ഉപ്പോ മധുരമോ ചേർത്ത് അതെങ്കിലും കുടിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ബ്ലാഡറിൽ നിന്ന് ഏറ്റവും കൂടുതൽ യൂറിൻ പുറത്തു പോകാൻ, യൂറിനിലൂടെ കലർന്നുള്ള എല്ലാ മാലിന്യവും പുറത്തു പോകാൻ ഹെൽപ്പ് ചെയ്യും. ബ്ലാഡറിന്റെ സ്ട്രെങ്തിന് വേണ്ടി ചെയ്യേണ്ട എക്സസൈസുകളുണ്ട്, വ്യായാമങ്ങളുണ്ട്. അത് പിന്നീട് പഠിപ്പിക്കാം. രണ്ടാമത് ചെറുള ഇല ഏകദേശം 15 എണ്ണം എടുക്കുക. അത് കരിക്കിന്റെ വെള്ളത്തിൽ അടിച്ച് കുടിക്കുന്നത്, മാസത്തിൽ 1 കുടിക്കുന്നത് ബ്ലാഡറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചെറുള വളരെ സുലഭമായിട്ട് ഇപ്പൊ നമ്മുടെ വീടുകളിൽ എല്ലായിടത്തും ഉണ്ടായി നിൽക്കുന്ന ഒരു വെറും കാട്ടുചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളേന്ന് പറഞ്ഞ് പറിച്ചു കളയുന്ന ഒരു ഏറ്റവും ഔഷധമൂല്യമുള്ള സസ്യമാണ് ചെറുള. 15 ഇല കരിക്കിൻ വെള്ളത്തിൽ. മൂന്നാമത് പറയുന്നത് റാഡിഷ് ആണ്. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് പോലുള്ള അങ്ങോട്ടുള്ള വടക്കേന്ത്യ സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ പോയി കഴിയുമ്പോൾ സാലഡിന്റെ കൂട്ടത്തില് റാഡിഷ് അവർ വട്ടത്തിൽ അരിഞ്ഞ് വെറുതെ തരും കഴിക്കാൻ. കാര്യം അവർക്കറിയാം അവിടെ ടെമ്പറേച്ചർ ലോ ആയതുകൊണ്ടും ഒരിക്കലും നമ്മൾക്ക് ദാഹം തോന്നൂല. നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയി പോയാൽ നമ്മൾ അറിയത്തില്ല. അപ്പം ഡീഹൈഡ്രേഷൻ കാരണം യൂറിനറി പ്രോബ്ലം പലർക്കും ഉണ്ട് അവിടെ. അതിനെ മാറ്റാൻ കൂടെ ഈ ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശിലുള്ള ആളുകൾ ഈ റാഡിഷ് അവരുടെ സാലഡിൽ വട്ടത്തിൽ എരിഞ്ഞ് പച്ചയ്ക്ക് കഴിക്കുന്നത് ഞങ്ങൾ പോയി കഴിച്ചാണ്, അപ്പൊ കഴിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വട്ടത്തിൽ വെറുതെ എരിഞ്ഞ് കഴിക്കുമ്പോൾ കഴിക്കാൻ ആ രുചി പിടിക്കണില്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് തൈരില് ഇത് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കഴിക്കാം. ഒരിക്കലും ചൂടാക്കരുത്. റാഡിഷിന്റെ അല്ല ഏത് സാധനത്തിന് ഗുണം കിട്ടണമെങ്കിലും ചൂടാക്കാതെ കഴിക്കുന്നതാണ് ബെസ്റ്റ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും കൂടെ പോയി യൂറിനറിക്ക് പ്രശ്നമുണ്ട്, യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ട് ആളുകൾ എടുക്കേണ്ട ഒരു മെഡിസിൻ ആണ് വിറ്റമിൻ ബി വിത്ത് സി. അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ക്ഷീണം ഉള്ളവർക്ക് പോലും വിറ്റമിൻ ബി വിത്ത് സി ആണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ക്ഷീണം മാറാൻ വളരെ ബെസ്റ്റ് ആണ്, യൂറിനറി പ്രോബ്ലംസ് മാറ്റാൻ വളരെ ബെസ്റ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ ബ്ലാഡറിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അതാണ്. ലിവറിന്റെ കാര്യം പറയുമ്പം ലിവറിന് വേണ്ടി സാർ എപ്പോഴും പറയുന്ന ഒരു ഇല നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പേരൊന്ന് പറയാമോ? കറക്റ്റ്. പൂവരശ് എന്ന് പറയുന്ന ഇലയാണ് ലിവറിന്റെ ഡീടോക്സിൻ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. പണ്ട് നമ്മുടെ പൂർവികർ, അമ്മൂമ്മയുടെ അമ്മമാർ, ആ ഒരു ലെവല് വരെയുള്ള ആളുകൾ, നമ്മുടെ അമ്മൂമ്മമാര് വരെയുള്ളവര്, നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാകും, എങ്കിലും ഞങ്ങൾ ചെയ്തിട്ടില്ല. പൂവരശിന്റെ ഇലയിലാണ് ഇടിയപ്പം ഉണ്ടാക്കുക, ഇഡലി ഉണ്ടാക്കുക, കുഞ്ഞു കുഞ്ഞു അപ്പങ്ങൾ ഉണ്ടാക്കി തരുന്നതൊക്കെ ഈ പൂവരശിന്റെ ഇലയിലാണ്. ആലിലയിൽ ഉണ്ടാക്കി തരും. അത് വളരെ റയറാ, പക്ഷെ പൂവരശിന്റെ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്.
അപ്പൊ ഈ പൂവരശിന്റെ ഇല ഇട്ട വെള്ളം, അതായത് ഏകദേശം 4 ഇല മതി 10 ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയിട്ട്. 4 ഇല ഇട്ട് 10 ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക. ഡെയിലി നമ്മുടെ കുടിവെള്ളത്തിൽ ഇത് ഒരു ഭാഗമാക്കി മാറ്റുക. ആഴ്ചയിൽ ഒന്നെങ്കിലും പൂവരശിട്ട് കുടിക്കുന്ന വെള്ളം നമ്മൾക്ക് ഉണ്ടാവുക. ഷുഗർ പേഷ്യൻസിന് മാത്രമല്ല അത് കുടിക്കേണ്ടത്, നമ്മളെല്ലാവരും കുടിക്കേണ്ട ഒരു സാധനമാണ്. കാര്യം അതിനകത്തുള്ള എലമെന്റ് സെലേനിയമാണ്. സെലേനിയമാണ് ഈ ലിവറിന്റെ ട്രേസ് എലമെന്റ്. സെലേനിയം ഉള്ള വേറൊരു വസ്തുവാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ചൈനക്കാര് വെളുത്തുള്ളി പച്ചക്കിരുന്ന് കഴിക്കുന്നതാണ്. കാര്യം അതായത് സെലേനിയം എന്ന് പറയുന്നത് ലിവറിന്റെ ട്രേസ് എലമെന്റ് ആണ്. അതുപോലെ വിറ്റമിൻ ബി വിത്ത് സി ലിവർ പ്രോബ്ലം ഉള്ളവരും ഉറപ്പായിട്ടും കഴിച്ചിരിക്കുക. ഡെയിലി ഒരു ടാബ്ലറ്റ് മതി. അത് കഴിക്കുന്നത് എനർജി നന്നായിട്ട് കൂടാൻ നല്ലതാ, ക്ഷീണം മാറാൻ നല്ലതാ, ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാ. മുടികൊഴിച്ചിലുള്ളവർ കഴിച്ചിരിക്കുക. കാര്യം മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നും ലിവറിനും ഭയങ്കര സൗഹൃദമുണ്ട്. അതുകൊണ്ട് മുടികൊഴിച്ചിൽ അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ലിവറിനെയും കൂടെ അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ എന്ത് തരം വിഷം കൊടുത്താലും, നമ്മളിപ്പം എപ്പോഴും പറയും വിഷമുള്ള ആഹാരമാണല്ലോ ചുറ്റുമുള്ളത്, വിഷമുള്ള കുക്കുംബറാണോ ഒന്നും കഴിക്കാൻ പറ്റില്ലെന്ന് പറയും. എങ്കിലും നമ്മളിത് കഴിക്കുന്നുണ്ട്, എല്ലാം കഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾക്കൊരു പ്രശ്നവും കാണുന്നില്ലല്ലോ നമ്മൾ പറയും. നമ്മുടെ ശരീരത്തിൽ എന്ത് വിഷം പോയാലും ഈ വിഷത്തിനെ എല്ലാം ഫാറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ആളാണ് ഈ ലിവർ. ഈ മഹാൻ ഒരിക്കൽ പോലും വിഷത്തിനെ അപ്പം തന്നെ റിയാക്ട് ചെയ്ത് കാണിക്കത്തില്ല. ഈവൻ ഫാറ്റിനകത്ത് സ്റ്റോർ ചെയ്ത് പുള്ളിക്കാരൻ അവരുടെ അകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും ഈ സാധനത്തിനെ. ഇത് എപ്പോഴാ പുറത്തു വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശരീരം വയർക്കുമ്പം, ശരീരത്തിൽ നിന്ന് ആവി പുറത്തു പോകുമ്പം, ശരീരം സ്റ്റീം ബാത്തിങ് ചെയ്യുമ്പോഴാണ് ഫാറ്റിൽ കലർന്ന എല്ലാ മാലിന്യവും എല്ലാ പോയിസൺസും പുറത്തു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഡെയിലി സ്റ്റീം ബാത്ത് ചെയ്യണം, ഡെയിലി വിയർക്കണം എന്ന് പറയാൻ കാര്യം. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന പോരാ, ഇത് ഡെയിലി പുറന്തള്ളാൻ. നമ്മൾ ഈ പറയുന്ന വിഷത്തിന് പുളിവെള്ളത്തിൽ ഇട്ടാലും മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടാലും എല്ലാം വിഷമുണ്ടെന്ന് നമുക്കറിയാം. അതിനെ സ്റ്റോർ ചെയ്യുന്ന മഹാനാണ് ഈ ലിവർ. അതുകൊണ്ടാണ് കാലക്രമേണ ഫാറ്റി ലിവേഴ്സ് വരിക, ലിവർ സിറോസിസ് വരിക. നമ്മൾ ആൽക്കഹോൾ അടിക്കുന്ന ആളുണ്ടാവില്ല, പക്ഷെ ലിവറിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഇതിന് വേറൊരു മെത്തേഡാണ്, നമ്മൾ വീട്ടിൽ ഉറുമ്പ് പൊടി ഇടുന്നുണ്ടെങ്കിൽ, പാറ്റാച്ചോക്ക് ഇടുന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്ത് തരം വിഷങ്ങള് നമ്മുടെ മുടി കഴുകുന്ന സാധനം, സോപ്പ്, ഡിഷ് വാഷർ, ഇതിനകത്തെല്ലാം കെമിക്കൽ ഉണ്ടെന്നറിയാം. ഈ കെമിക്കലുകളെല്ലാം എനിക്ക് പുറത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുമ്പം ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരാളാണ് ഈ ലിവർ. ഇവനെ ക്ലീൻ ചെയ്യണമെങ്കിൽ ദ വൺ ആൻഡ് ഓൺലി മെത്തേഡാണ് ശരീരം വേർക്കാന്നുള്ളത്. അപ്പൊ വേർത്ത് പുറത്ത് കളയാൻ ഇവൻ വേർപ്പിലൂടെ മാത്രമേ ഇവന് ഈ പറഞ്ഞ പോയിസനെ പുറത്ത് കളയാൻ സാധിക്കത്തുള്ളൂ. സോ ലിവറിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ദയവായിട്ട് ഡെയിലി ശരീരം വേർപ്പിച്ചുകൊള്ളുക. ഇനി അടുത്ത ഒരാൾ എന്ന് പറയുന്നതാണ് കുടലുകൾ. കുടലുകളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് പ്രോബയോട്ടിക് ബാക്ടീരിയ ആണ്. നല്ല ജീവാണുക്കൾ, നല്ല ജീവാണുക്കളുണ്ട്, മോശം ജീവാണുക്കളുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അതിൽ നല്ല ജീവാണുക്കളുടെ അളവ് എപ്പോഴും കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ആരോഗ്യപ്രദമായത്. അപ്പൊ അതിനെ കൂട്ടി നിർത്താൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നല്ല ജീവാണുക്കളെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളൊരു മൈദ കലർന്ന ആഹാരം കഴിച്ചാൽ മതി, ഗ്ലൂട്ടൻ കലർന്ന ആഹാരം കഴിച്ചാൽ മതി, കൂടുതൽ ഷുഗർ കഴിച്ചാൽ മതി, അങ്ങനെ പല പല കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും ഈ അണുക്കൾ പെട്ടെന്ന് ചത്തുപോകും. ഒരു തൈരിനകത്ത് എന്തെല്ലാം ഇട്ടാലാണോ, അല്ലെങ്കിൽ ഒരു പാലിനകത്ത് എന്തെല്ലാം ഒഴിച്ചാലാണോ അവൻ തൈരാവാത്തത്, അതേ പ്രൊസീജിയറാണ് നമ്മുടെ കുടലിലും ഉള്ളത്. സോ കുടലിലെ ജീവാണുക്കളെ കൂട്ടാൻ സാറ് പറഞ്ഞു തരുന്നൊരു മെത്തേഡാണ് തൈരിനെ മീഡിയമായിട്ട് യൂസ് ചെയ്യുക. നല്ല പുളിയില്ലാത്ത നല്ല പശുവിന്റെ, അതായത് കെമിക്കൽ ഫീഡുകൾ കഴിക്കാത്ത നാടൻ പശുവിന്റെ തൈരാണ് പറഞ്ഞിട്ടുള്ളത്. ആ തൈരിനകത്ത് തളിരിലകൾ ചേർത്ത് വേണം കഴിക്കാൻ. കാരണം തൈരിനകത്തുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹോർമോണുകളാണ്. തളിരിലകളിലെല്ലാം ഹോർമോണുകളുണ്ട്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്ന തളിരില എന്ന് പറയുന്നത് കശുമാവിന്റെ തളിരിലയാണ്. ഏറ്റവും സ്പീഡിൽ പ്രോബയോട്ടിക് ബാക്ടീരിയയുടെ ഗ്രോത്ത് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തളിരിലയാണ് കശുമാവിന്റെ തളിരില. അതുകൊണ്ടാണ് അതിനെ പറയാൻ കാര്യം. അത് നമുക്ക് സുലഭമായിട്ട് നാട്ടിൽ അവൈലബിൾ ആണ്. ദൂരെയുള്ള ആളുകൾക്ക് ഇത് കിട്ടില്ല എന്നുള്ള ആളുകൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം, മാതളത്തിന്റെ തൊലി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഈ പറഞ്ഞ തൈരിൽ അടിച്ച് കഴിക്കുന്നതാണ് ബെസ്റ്റ്. ഈ രണ്ട് മെത്തേഡ് സാർ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട് പ്രോബയോട്ടിക് ബാക്ടീരിയ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ഇത് നമ്മൾക്ക് കുടലിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്. മലബന്ധം നീക്കിയാൽ തന്നെ ഈ കുടല് നന്നായിട്ട് ശ്വസിക്കും, വളരെ ക്ലീൻ ആകും. അതുകൊണ്ട് അത് പ്രൊസീജിയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ കാര്യം നമ്മുടെ ഡെയിലി ആഹാരത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കണം, രാത്രി തൈര് കഴിക്കുന്നത് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അടുത്തത് സ്റ്റൊമക്ക്, വയർ.
ഈ പറയുന്ന എല്ലാ വൈറ്റൽ ഓർഗൻസിനും നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മുടെ ശരീരത്തിന് ഒരു pH ഘടനയുണ്ട്. ഈ ഉമിനീരിനൊരു ഘടനയുണ്ട്, ബ്ലഡിനൊരു ഘടനയുണ്ട്. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള pH ഉണ്ട്. ഓരോ അവയവത്തിനും അതിൻ്റെതായ pH ഉണ്ട്. ഇത് അവർക്ക് നിലനിർത്താൻ അറിയാം. പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരം കാരണം പെട്ടെന്ന് സ്റ്റൊമക്കിലെ അസിഡിറ്റി, അമ്ലത കൂടുമ്പോഴാണ് മറ്റെല്ലാ ഓർഗൻസിനെയും തകരാറിൽ ഇതാക്കുക. അതുകൊണ്ട് സ്റ്റൊമക്കിനെ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ. അത് നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും അസിഡിറ്റി ഉണ്ടാകും, ചെറിയതോ വൻ തോതിലോ ഉണ്ടാകും. ആഹാരം കഴിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ നിർബന്ധമായിട്ടും കുക്കുംബർ ജ്യൂസ് കുടിക്കാം. ഒരു കുക്കുംബർ മതി. നിങ്ങൾക്ക് ജ്യൂസ് ഇഷ്ടമല്ല, അരിഞ്ഞു കഴിച്ചാൽ മതി. ഓർഗാനിക് അല്ല, തൊലി കളഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് കഴിക്കാം. ഓർഗാനിക് അല്ല എന്ന് പറയുന്നത് കഴിക്കാതിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം ഓരോ ദിവസം ബെറ്റർ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു പോളിസി വേണം നമ്മൾ എടുക്കാൻ. ഒന്നെങ്കിൽ ഓർഗാനിക്, പ്യൂർ ഓർഗാനിക്, അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊരു ഏറ്റവും ലേസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് സാറ് പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ ഓർഗാനിക് അല്ലെങ്കിൽ കൂടെ തൊലി എരിഞ്ഞ് കളഞ്ഞിട്ട് ആ കുക്കുംബറിനെ കഴിക്കാം. ഇനി കിഡ്നികളെ ശരിയാക്കാൻ വേണ്ടിയിട്ട്, കിഡ്നീനെ ശരിയാക്കാൻ കിഡ്നിയുടെ നിറത്തിലുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുക. എല്ലാ അവയവത്തിനും പറയുന്നൊരു പോളിസി ഇത് തന്നെയാണ്. ഏത് അവയവത്തിനും അതിൻ്റെതായ നിറമുണ്ട്. ആ നിറത്തിന്റെ കൂടത്തിൽ വെള്ളം കലർന്ന ആഹാരങ്ങൾ, ഇപ്പൊ ഉദാഹരണത്തിന് കിഡ്നിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നെഫ്രോൺ ഗ്രോത്തിന് വേണ്ടിയിട്ട് വേണ്ടത് പ്രോട്ടീനാണ്. അപ്പൊ പ്രോട്ടീൻ ഉള്ള ആഹാരമായിട്ട് നമ്മൾക്ക് ഇപ്പൊ അറിയാവുന്നത് വുഡ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു പഴമുണ്ട്. തമിഴ്നാട്ടിൽ നന്നായിട്ട് കിട്ടും. തമിഴ്നാട്ടിലുള്ളവർ ഉറപ്പായിട്ടും കഴിക്കുക. ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നത് ഇപ്പൊ റോയൽ ജെല്ലി, തേനീച്ച കൃഷി ചെയ്യുന്നവർക്ക് നന്നായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് റോയൽ ജെല്ലി. സീസൺ ആണെങ്കിൽ പോലും അത് കിട്ടും. റോയൽ ജെല്ലി കിട്ടുമ്പോഴെല്ലാം കഴിക്കുക. കാരണം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഫുഡാണ് താനും, മാത്രമല്ല ഒരു ദോഷം ഉണ്ടാക്കാത്ത ഫുഡാണ് അത്. സോ ആ പ്രോട്ടീൻ റോയൽ ജെല്ലി കിട്ടുമ്പോഴെല്ലാം നിങ്ങളത് കഴിക്കാം. ഈ വുഡ് ആപ്പിൾ കഴിക്കാം. പിന്നെ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഒരു ആഹാരം എന്ന് പറയുന്നത് അവോക്കാഡോ. വളരെ കുറഞ്ഞ തോതിലാണെങ്കിലും പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. സാറ് പറയുന്ന ഒരു ഓൾട്ടർ മെഷേഴ്സ് എന്ന് പറയുന്നത് പച്ചക്കപ്പലണ്ടി വെള്ളത്തിൽ കുതിർത്തിട്ട് പിറ്റേ ദിവസം അത് കഴിക്കുക. സോ ദാറ്റ് അതിനെ ദഹിപ്പിക്കാൻ ശരീരത്തിന് എളുപ്പത്തിൽ സാധിക്കും. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് 10% ഓഫ് എനർജി ഫ്രം പ്രോട്ടീൻ മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾ അധികം പ്രോട്ടീൻ കഴിക്കുകയേ ചെയ്യരുത്. കാര്യം കൂടുതൽ പ്രോട്ടീൻ കഴിച്ചാൽ അറിയാൻ പറ്റും, ജോയിൻസിന് വേദന തുടങ്ങും, യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും, കൈകൾക്ക്, കൈമുട്ടുകൾക്ക്, കാൽമുട്ടുകളൊക്കെ വേദനിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ സമയത്ത് മനസ്സിലാക്കണം പ്രോട്ടീൻ കൂടുതലാണ്. അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരാൻ തുടങ്ങും. അപ്പൊ മനസ്സിലാക്കണം പ്രോട്ടീൻ കൂടുതലാണ്, പ്രോട്ടീൻ ലീച്ചിങ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. സോ കിഡ്നിക്ക് വേണ്ടത് ഈ ഒരു കാര്യമാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ വളരെ കുറഞ്ഞ തോതിൽ കിഡ്നിക്ക് ആവശ്യമുണ്ട്. സോ കിഡ്നി എന്തിനാണ് ഉള്ളതെന്ന് പറയാം. കാരണം ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബ്ലഡ് അസിഡിക് ആവുന്ന സിറ്റുവേഷനിൽ കിഡ്നി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കാൽഷ്യം ഉണ്ടോ ആ കാൽഷ്യത്തിനൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്ത് വിടും. ഉദാഹരണത്തിന് അസിഡിറ്റി ഉള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, നഖത്തിന് കട്ടി ഉണ്ടാവില്ല, പല്ലിന്റെ നിറം മാറും, വെള്ള നിറത്തിൽ നിന്ന് മഞ്ഞയിലോട്ടും പയ്യെ ഷെയ്ഡൊക്കെ മാറി കറകളൊക്കെ വരാൻ തുടങ്ങും. അല്ലെങ്കിൽ രാത്രി ഉറങ്ങി കിടക്കുമ്പോൾ ഇവര് പല്ലിറുമ്പുന്നത് കേൾക്കാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറവാണെന്നാണ് കാണിക്കുന്നത്. എവിടെയെങ്കിലും തൊട്ടാൽ മതി എല്ലൊടിഞ്ഞു പോകും. ഇത് കാൽഷ്യം കുറവാണെന്നാണ് കാണിക്കുന്നത്. സോ കിഡ്നിയുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഉറപ്പുവരുത്തുന്നത് കാൽഷ്യം, മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. എള്ള് ഏറ്റവും ബെസ്റ്റ് കാൽഷ്യം ആയിട്ടാണ് എള്ളിനെ പറയുന്നത്. സോ എള്ള് നിങ്ങളൊരു 1/2 കിലോ എടുത്താൽ അതിനാവശ്യമായിട്ടുള്ള 60 ഗ്രാം ചുക്കുപൊടി, അതിനകത്ത് മഗ്നീഷ്യം ആൻഡ് ഫോസ്ഫറസ് ഉണ്ട്. അതേപോലെ അത് രണ്ടും കഴിക്കാൻ പാടായതുകൊണ്ട് നമുക്ക് ചക്കരയും കൂടെ ചേർക്കാം. കാരണം അതിനകത്ത് ഫോസ്ഫറസ് ഉണ്ട്, നന്നായിട്ട് മഗ്നീഷ്യം ഉണ്ട്. സോ എള്ള്, ചക്കര, ചുക്ക്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഉള്ളത്. ഇത് മൂന്നും കൂടെ ജസ്റ്റ് എള്ളൊന്ന് ജസ്റ്റ് വെറുതെ ചൂടാക്കിയാൽ മതി, പൊട്ടരുത്. ആ ചൂടാക്കിയ എള്ളിനകത്ത് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഡെയിലി നിങ്ങൾ 1 സ്പൂൺ കഴിച്ചാൽ മതി. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, കുട്ടികൾ മുതിർന്നവർ ഭേദമില്ലാതെ ഈ 1 സ്പൂൺ സാധനം ഡെയിലി കഴിക്കേണ്ടതാണ്. കാര്യം നമ്മൾ പാല് കുടിച്ച് കാൽഷ്യം കൂട്ടണം എന്ന് പണ്ട് ഉണ്ടായിരുന്നവർ എപ്പോഴും പറയുമെങ്കിലും, സോ നമ്മൾക്ക് ആ പാലിനെ ആശ്രയിക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ദ ബെസ്റ്റ് ആൻഡ് ദ പ്രീമിയം സോഴ്സ് എന്ന് പറയുന്നത് എള്ളാണ്. അതിൽ കറുത്ത എള്ളായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കഴുകി വാരി ഉണക്കി നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കാവുന്നതാണ്. സോ കിഡ്നിയുടെ കാര്യം കൂടെ പറഞ്ഞു. പിന്നെ നേരത്തെ റാഡിഷു കിഡ്നിയുടെയും ഹെൽപ്പേഴ്സ് ആണ്. അതുകൊണ്ട് ചെറുളയില്ല 15 എണ്ണം കരിക്കിൻ വെള്ളത്തിൽ, റാഡിഷ് ഡെയിലി. ഫുള്ളി മസ്കുലർ ആണ്. അതുകൊണ്ട് ഒരു മസിലിന്റെ, നമ്മുടെ ശരീരത്തിൽ മസിലിന്റെ ഹെൽത്ത് ആസ്പദമാക്കിയായിരിക്കും ഹാർട്ടിന്റെ ഹെൽത്ത് ഇരിക്കുക. മസിൽ ഹെൽത്തിന് വേണ്ടുന്ന ഏറ്റവും വലിയ സാധനം മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം, കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ
ആവശ്യം ഉണ്ടെന്ന് നന്നായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നേരത്തെ പറഞ്ഞ എള്ള്, ചക്കര, ചുക്കിന്റെ കോമ്പിനേഷൻ കഴിക്കുന്നത് നല്ലതാണ്. വിറ്റമിൻ ഡി ആവശ്യത്തിന് ശരീരത്തിൽ ഉണ്ടായിരിക്കണം. അസിഡിറ്റി എപ്പോഴും ഒഴിവാക്കിയിരിക്കണം. അസിഡിറ്റി ഉണ്ടോ ഹാർട്ടിനെ ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അസിഡിറ്റി എപ്പോഴും പൂർണ്ണമായും ഒഴിവാക്കാൻ എപ്പോഴും ശ്രമിക്കുക. അതുണ്ടെങ്കിൽ പുള്ളിക്കാരൻ തന്നെത്താനെ ഹെൽത്തി ആയിട്ട് വർക്ക് ചെയ്തോളും. സോ ഹാർട്ടിന്റെ കാര്യം കൂടെ പറഞ്ഞു. പിന്നെ ഈ ഇദ്ദേഹത്തിന് എപ്പോഴും വേണ്ടത് മസിൽ സ്ട്രക്ചർ ആയതുകൊണ്ട് മസിൽ എക്സ്പാൻഷൻ ആൻഡ് കൺട്രാക്ഷൻ ആണ് ഇവന്റെ വ്യായാമം. അതുകൊണ്ടാണ് നന്നായിട്ട് വ്യായാമം ചെയ്യ്, സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുക, വെയിറ്റുകൾ എടുക്കുക എന്നൊക്കെ പറയാൻ കാര്യം ഈ മസ്കുലർ സ്ട്രക്ചർ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇവന് കുറച്ച് കൺട്രാക്ഷനും റിലാക്സേഷനും കിട്ടുന്ന എക്സസൈസ് വേണം ചെയ്യാൻ. നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 45 മിനിറ്റ് എങ്കിലും നടക്കണം. അതും ഒറ്റ സ്ട്രെച്ചിൽ, എങ്ങും നിൽക്കാതെ അങ്ങനെ ഒരു ഒറ്റ സ്ട്രെച്ചിൽ. സ്പീഡിൽ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, 45 മിനിറ്റ് കണ്ടിന്യൂസ് നടക്കാന്നുള്ളതാണ് മിനിമൽ ആയിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ളൊരു 4 ലിറ്റർ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യണമെങ്കിൽ മിനിമം 1.5 മണിക്കൂർ വേണം. അതിൽ 45 മിനിറ്റ് എങ്കിലും നിങ്ങൾ നടക്കാന്നാണ് പറയുക. സോ അതാണ് ഈ ഹാർട്ടിന് വേണ്ടുന്ന ഒരു കാര്യം. ഇനി അടുത്ത നോക്കിയാൽ ബ്രെയിനും മജ്ജയ്ക്കും ഏകദേശം ഒരേ കോമ്പോസിഷൻ ആയതുകൊണ്ട് ഇവരെ രണ്ടുപേരും കറക്റ്റ് ചെയ്യണമെങ്കിൽ വാട്ടർ സോലുബിൾ ഫാറ്റ് ചെന്നേ പറ്റൂ. അതുകൊണ്ട് തന്നെ പണ്ടുണ്ടായിരുന്നവര് അറിയാവുന്നത് അറ്റ്ലീസ്റ്റ് നാടൻ വെണ്ണയായിരുന്നു. നാടൻ പശുവിന്റെ പാലിൽ നിന്ന് ഉണ്ടാക്കുന്ന വെണ്ണയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കൊടുത്തിരുന്നത്. കാരണം അത് ചൂടാക്കുന്നില്ല. നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലത്തെ ഒരു പ്രൊസീജിയർ അല്ല. അന്ന് അവർ ചൂടാക്കുന്നില്ല, അവർ കടഞ്ഞ് നന്നായിട്ട് എടുക്കുകയാണ്. സോ വെണ്ണ കുട്ടികൾക്ക് ഇന്നും സാറ് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അതിലും ബെസ്റ്റ് കുഞ്ഞുങ്ങൾക്കും പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാർക്കും ഒരേപോലെ കൊടുത്ത് എഫക്റ്റ് കണ്ടിട്ടുള്ളത് അവോക്കാഡോയാണ്. നിങ്ങൾക്ക് നമുക്ക് സ്കിന്നിന്റെ ഹെൽത്ത് വേണോ, നമുക്ക് മസിൽസിന്റെ ഹെൽത്ത് വേണോ, നമ്മൾക്ക് നല്ല മുടി വേണോ, നമ്മൾക്ക് നല്ല കുടല് വേണോ, നല്ല ബ്രെയിൻ ടോണിക് ആണ് ഈ അവോക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്. സോ വില നോക്കാതെ നമ്മുടെ വീട്ടിൽ വിലക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു തൈ മേടിച്ച് വെക്കുക. ഈവൻ കായ്ച്ചു വരാൻ 6 അല്ലെ 12 വർഷം എടുക്കും. അത്രേ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിക്കലും അതിനെ സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. ബഡോ അല്ലെങ്കിൽ പലതരം മേടിച്ചു വെക്കാൻ നോക്കാതെ നമ്മൾക്ക് അവോക്കാഡോ വീട്ടിൽ പ്ലാന്റ് ചെയ്യുക. ഒരു ചെടിയെങ്കിലും ഉണ്ടാവുക, 5 മിനിമം ഉണ്ടാവണം. ഡെയിലി എന്ന രീതിയിൽ ഓരോ അവോക്കാഡോ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ത്വക്കിന്റെ മിനുസം കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ത്വക്കിന്റെ ചുളിവുകൾ കുറയുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് ബ്രെയിൻ ടോണിക് എന്ന് പറയുന്ന ഏറ്റവും സാധനം ഫ്രൂട്ടില് അവോക്കാഡോ ആണ്. സെക്കൻഡ്ലി നമുക്ക് ഏറ്റവും ബ്രഹ്മി കഴിക്കാം. അപ്പൊ ബ്രഹ്മി എന്ന് പറയുമ്പോൾ 2 ഉണ്ട്. ഒന്ന് സാധാരണ നമ്മൾ പറയുന്ന ബ്രഹ്മി, കുഞ്ഞു ഇലയുള്ള ചെടിയാണ് ബ്രഹ്മി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഏറ്റവും അതുപോലെ തന്നെ ബ്രഹ്മിയെക്കാളും എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്, അതാണ് കുടകൻ. കുടകൻ പലതരം ഉണ്ട്. ആ നീലക്കുടകനുണ്ട്, അതായത് കരിങ്കുടങ്ങളുണ്ട്, പാടക്കുടങ്ങളുണ്ട്. ഏത് വേണേലും നിങ്ങൾക്ക് കഴിക്കാം. ആ കുടങ്ങൾ ചേർത്ത ചമ്മന്തി കഴിച്ചാൽ മതി, ആഴ്ചയിൽ ഒരിക്കലും മതി. ബ്രെയിൻ ടോണിക്കായിട്ട് പറയുന്ന, ബുദ്ധി കൂട്ടുന്ന ഒരു ടോണിക്കായിട്ടാണ് അതിനെ പറയുന്നത്. സോ അത് കഴിക്കാം. പിന്നെ ചെയ്യേണ്ടത്, ഈ ബ്രെയിനിന് വേണ്ടിയിട്ടാണ് സാർ എപ്പോഴും ഈ ശംഖോലി എന്ന് പറയുന്ന എക്സസൈസ് ചെയ്യിപ്പിക്കുന്നത്. അതായത് ബ്രെയിൻ ക്ലീൻ ആവണമെങ്കിൽ ഈവൻ തല കുനിഞ്ഞു നിന്ന് വേണം പല എക്സസൈസോ അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ. തല കുനിഞ്ഞ് നിങ്ങൾ മുടി കഴുകാൻ തുടങ്ങി നോക്കിക്കേ, മുടി കൊഴിച്ചിൽ മാറുന്നത് കാണാൻ പറ്റും, മുടി നല്ല രസമായിട്ട് വളരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ കുളിക്കുമ്പോൾ നേരെ നിന്ന് ഷവറിന്റെ കീഴിയോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വെള്ളം കോരി ഒഴിക്കുക. പക്ഷെ നമ്മുടെ അമ്മമാരായിക്കോട്ടെ, പണ്ടുണ്ടായിരുന്നവര് അല്ലെങ്കിൽ പണ്ട് ഇത്ര സൗകര്യം ഇല്ലായിരുന്നു, അപ്പൊ കുളിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് മുടി കുനിച്ചിട്ടാണ് തല കഴുകിക്കൊണ്ടിരുന്നത്. അങ്ങനെ നിങ്ങൾ കുളിച്ചു തുടങ്ങിയാൽ തന്നെ വ്യത്യാസങ്ങൾ ഒത്തിരി കാണാൻ സാധിക്കും. തല ചുറ്റിലുള്ളവർക്ക് അത് കുറഞ്ഞു കാണാൻ സാധിക്കും. BP ലോ ആവുന്നവർക്ക്, അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾക്ക് ഈ തല കുനിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമസ്കാരം പറയുമ്പോൾ തല കുനിച്ച് പറയാം, നന്ദി പറയുമ്പോൾ തല കുനിച്ച് പറയാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആചാരത്തിന്റെ ഭാഗമായിട്ട്, നമ്മുടെ ഒരു ചര്യയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. സോ പിന്നെ സാറ് പറയുന്ന കാര്യങ്ങളാണ് ഇവരുടെ ഈ മജ്ജയുടെ ആയിക്കോട്ടെ ബ്രെയിനിന്റെ ആയിക്കോട്ടെ, ഇവരുടെ നിറം എന്ന് പറയുന്നത് തന്നെ ഒരു തരം വെള്ളയാണ്. അപ്പൊ വെള്ള കലർന്ന ആഹാരങ്ങളാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ളത്. പൂച്ചപ്പഴം, വെള്ള ഞാവല്, സിദ്ധൌഷധത്തിൽ ബ്രെയിനിന് വേണ്ടിയിട്ട് ഇന്റലക്ച്വൽ ഗ്രോത്ത് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവാൻ പറഞ്ഞിരിക്കുന്നതാണ് വെള്ള ഞാവൽ. സോ വെള്ള ഞാവൽപ്പഴം കിട്ടുന്നത് അത് കഴിക്കുക, പൂച്ചപ്പഴം കഴിക്കുക, ബ്രോമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, പൈനാപ്പിൾ കാറ്റഗറിയിൽ വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, കരിമ്പിന്റെ ജ്യൂസ് കുടിക്കുക. ഇതൊക്കെയാണ് ബ്രെയിൻ ടോണിക്സ് ആയിട്ടും ബ്രെയിനിന്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഫ്രൂട്ട്സ് ആണ് ബ്രെയിനിന് ഏറ്റവും വേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ബ്രെയിൻ എന്ന് പറയുന്നത്
വാട്ടർ ആണ്. അതുകൊണ്ട് നല്ല വെള്ളം, ഇപ്പം വെള്ളം എന്ന് പറയുമ്പോൾ പച്ചവെള്ളം കുടിക്കാനല്ല പറയുന്നത്, ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് ബ്രെയിനിന് വേണ്ടത്. സോ അതല്ലാതെ ജസ്റ്റ് കണ്ണ് ക്ലീൻ ചെയ്യാൻ വേണ്ടത്, പണ്ട് നമ്മൾക്ക് ഈ കണ്ണുനീർത്തുള്ളി എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. ഇത് എടുത്ത് പറിച്ചെടുത്ത് നമ്മളിങ്ങനെ കണ്ണിൽ ഇങ്ങനെ വെച്ച് ഇറ്റിച്ച് വീഴ്ത്തും. അത് വളരെ നല്ലതാണ് കണ്ണിനെ ക്ലീൻ ചെയ്യാൻ. അതേപോലെ വാഴപ്പൂവിന്റെ തേന് നല്ലതാണ്. ചിലര് കരിക്കിൻ വെള്ളം എടുത്ത് കണ്ണ് ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, തേൻ ഒഴിച്ച് കണ്ണ് ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇളനീർ കുഴമ്പ് മേടിക്കാൻ കിട്ടും, അതും വെച്ച് കണ്ണ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് കണ്ണിനെ ക്ലീൻ ചെയ്യാനുള്ളതാണ്. ചെവിനെ ക്ലീൻ ചെയ്യുമ്പം ഈ ചങ്ങലം പരണ്ട എന്ന് പറയുന്ന ചെടിയുണ്ട്. ദയവ് ചെയ്ത് ആരും അത് പച്ചക്ക് തിന്നാൻ നോക്കരുത്, അത് വേവിച്ച് തിന്നാനും നോക്കരുത്. ഒരു കാരണവത്താലും അത് വെച്ചിട്ടൊന്നും ആരും ഉണ്ടാക്കരുത്. ആകെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം എനിക്ക് അറിയാവുന്നത് അതിന്റെ ചമ്മന്തിപ്പൊടിയാണ്. ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. പണ്ട് ദൂരയാത്രകൾ പോകുന്നവർക്ക് വേണ്ടി കൊടുത്തു വിട്ടിരുന്നതാണ് ചങ്ങലം പരണ്ടയുടെ ചമ്മന്തിപ്പൊടി. കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അത് മാറ്റി കിട്ടും, മസ്കുലർ പ്രോബ്ലംസ് ഉള്ളവർക്ക് അത് മാറ്റി കിട്ടും എന്ന് പറഞ്ഞ് വേണ്ടിയിട്ടാണ് ചങ്ങലമ്പരയുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പൊ അറിയാവുന്നവരുടെ അടുത്തുനിന്ന് വേണം നമുക്ക് പഠിച്ച് ചെയ്യാനായിട്ട്. ഇതേ ചങ്ങലമ്പരണ്ടേനെ പച്ചക്കെടുത്തിട്ട് അതിനൊന്ന് വാട്ടണം, ചൂടത്ത് വെച്ച് വാട്ടിയെടുത്തിട്ട് ഇത് പിഴിഞ്ഞെടുക്കുന്ന നീര് ആ ചെറു ചൂടിൽ തന്നെ ഓരോ തുള്ളി ഇരു ചെവിയിലും ഒഴിക്കുന്നത് ചെവിയെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മൂക്കിനെ ക്ലീൻ ചെയ്യുന്നത് നമുക്കറിയാം, നസ്യമാണ് ഏറ്റവും ബെസ്റ്റ്. നേരത്തെ പറഞ്ഞ കയ്യന്യമാണ്. ഇനി അതുപോലെ എടുത്തു കഴിഞ്ഞാല് ത്വക്കിനെ ഏറ്റവും മിനുസവും ഏറ്റവും സ്ട്രോങ് ആക്കണമെങ്കിൽ ത്വക്കിന് വേണ്ടത് ലിപ്പിഡ്സ് ആണ്. അതായത് ഫാറ്റ് ആൻഡ് ഓയിലാണ് ത്വക്കിന്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ ത്വക്കിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾക്ക് അവോക്കാഡോ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കാം, എണ്ണ തേച്ച് കുളിക്കാം, പച്ച വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഈ വേവിക്കാതെ ഉണ്ടാക്കുന്ന എണ്ണയാണ്, വെയിലത്ത് വെച്ച് ഉണ്ടാക്കി എടുക്കുന്നതാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് ഇത് ഒരു സ്പൂൺ നമ്മൾ ഡെയിലി കഴിക്കുന്നത് ത്വക്കിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മൾ പണ്ട് മഞ്ഞൾ തേച്ച് കുളിക്കല്, അങ്ങനെ ഒത്തിരി പ്രൊസീജിയർ നമുക്ക് പണ്ടുണ്ട്. ഇപ്പൊ നമുക്ക് അത് ആചരിച്ചാൽ ത്വക്കിന്റെ ആരോഗ്യം നന്നായിട്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ ആട്ടി അതിന്റെ ചണ്ടി വെച്ചിട്ട് ത്വക്ക് കഴുകുന്നത് അത് ഏറ്റവും മിനുസമുള്ള ത്വക്കാക്കി തരും. കഴിക്കാൻ പറ്റുന്നവ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് കിട്ടും, ചണവിത്ത് മേടിക്കാൻ കിട്ടും. ഇത് ജസ്റ്റ് വെള്ളത്തിൽ കുതിർക്കാനൊന്നും നിങ്ങൾ ഇടരുത്, കഴുകാൻ ഉദ്ദേശിക്കരുത്. ഇത് കൊണ്ടുവരിക, തട്ടി, അതായത് മുറത്തിലിട്ട് ഇതിന്റെ പൊടി തട്ടിക്കളയുക, നേരെ വെള്ളത്തിൽ ആദ്യം ഒന്ന് കഴുകിയിട്ട് പെട്ടെന്ന് വെള്ളത്തിൽ കുതിർക്കാനിടുക. കാരണം ഇതിനകത്തുള്ള ജെല്ല് വാട്ടർ സൊലൂബിൾ ആണ്. അതുകൊണ്ട് ഇത് കഴിക്കാൻ ബ്രെയിൻ ടോണിക് ആയിട്ട് കഴിക്കുന്ന സാധനമാണ്. നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അതിന്റെ ജെല്ലെടുത്ത് മുടി കഴുകുന്നത് മുടിയുടെ മിനുസം നന്നായിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് പച്ചയ്ക്ക് കഴിക്കുന്ന സാധനമാണ്, ചൂടാക്കി കഴിക്കില്ല. എള്ള് പോലെ തന്നെ ചൂടാക്കാതെ പച്ചയ്ക്ക് കഴിക്കേണ്ടതാണ് ഫ്ലാക്സീഡ്. ഡെയിലി നമുക്ക് ഈ എള്ളും ചുക്കും ചക്കരയും ഈ ഫ്ലാക്സീഡ് ഒക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി വെച്ചാൽ ഓരോ സ്പൂണും കഴിച്ചാൽ മതി. അതേപോലെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്, പണ്ട് ഉണ്ടായിരുന്ന ഒരു മെത്തേഡാണ് മണ്ണ് തേച്ച് കുളി എന്ന് പറയും. സാധാരണ മണ്ണല്ല, ഈ ചിതലിന്റെ മണ്ണുണ്ട്. ഇപ്പം കിട്ടും. ഈ സമയത്ത് ഏറ്റവും കൂടുതലുള്ള സാധനമാണ് ചിതലിന്റെ മണ്ണ്. ഏറ്റവും കൂടുതൽ എലമെന്റ്സും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു മണ്ണാണ് ചെതലിന്റെ മണ്ണ് എന്ന് പറയുന്നത്. ഇത് പണ്ട് തേച്ച് കുളിച്ചിരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തേച്ച് കുളിച്ചു കഴിയുമ്പം ഒന്നെങ്കിൽ ചൊറിയാൻ തുടങ്ങും, അല്ലെങ്കിൽ പലയിടത്തും കളർ വേരിയേഷൻസ് കാണാൻ പറ്റും. ചിലപ്പോൾ നീലയായിരിക്കും, ചിലപ്പോൾ മഞ്ഞയായിരിക്കും, പച്ചയായിരിക്കും. നീല നിറമുള്ളവരുടെ ആ സ്ഥലങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പം ഈ ചിതലിന്റെ മണ്ണ് തേച്ച് കുളിച്ച് കഴിയുമ്പോൾ നീല സ്ഥലങ്ങൾ എവിടെയെങ്കിലും കണ്ടാൽ അതിന്റെ അർത്ഥം അവിടെ ഫ്രാക്ചേഴ്സ് ഉണ്ട്, അവിടുത്തെ നാഡികൾക്ക് പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. അതേപോലെ പച്ചച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവിടുത്തെ ഞരമ്പിന് എന്ത് പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു ഡോക്ടർ ഒരു രോഗത്തിനെ കണ്ടുപിടിക്കുന്ന പോലെ പണ്ടുണ്ടായിരുന്നവരുടെ മെത്തേഡാണ് ഇതുപോലെ തേച്ച്. ഇപ്പൊ ചൊറിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ബ്ലഡ് അസിഡിക് ആണെന്നാണ്. അപ്പൊ പലരും ചോദിച്ചായിരുന്നു ബ്ലഡ് എങ്ങനെ അസിഡിക് ആണെന്ന് കണ്ടുപിടിക്കാം, അതിന് ടെസ്റ്റുകൾ ഇല്ലല്ലോ. പണ്ടുണ്ടായിരുന്നവർ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡാണ് ഈ ചിതലിന്റെ മണ്ണെടുത്ത് ദേഹം കഴുകും, ചൊറിച്ചിലുണ്ടെങ്കിൽ ബ്ലഡ് അസിഡിക് ആണെന്നാണ് അർത്ഥം. അപ്പൊ ഇതുപോലെ പല മെത്തേഡ്സ് ഉണ്ട് സ്കിന്നിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. HDL പ്രധാനമായും HDL നമുക്ക് കൂടിയിരിക്കണം. HDL 60 മേലെ നിലനിർത്തണം. 60-70 ഇടയ്ക്കാണ് HDL എങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നാണ് നമുക്കുള്ളത്.
നല്ല വിറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ത്വക്കിന് ആ സമയത്ത് ഉണ്ടാകും. LDL കുറഞ്ഞു ഇരിക്കണം. അപ്പൊ LDL കൂടിയിരുന്നാൽ നമുക്ക് മനസ്സിലാക്കണം പെട്ടെന്ന് ചർമ്മം ചുളിയാൻ സാധ്യതയുണ്ട്, ത്വക്കിന്റെ ആരോഗ്യം നല്ലതല്ല. അതുകൊണ്ട് LDL കുറയ്ക്കണം, HDL കൂട്ടണം. അതിനുള്ള മെത്തേഡുകളാണ് നേരത്തെ പറഞ്ഞത്. ഇനി നോൺ വെജ് കഴിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നാടൻ കഴിക്കാൻ ഒരിക്കലും ശരിയല്ല. അപ്പം കഴിക്കുവാണെങ്കിൽ നാടൻ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ സാറ് പണ്ട് പറഞ്ഞിരുന്ന രീതിയാണ് സുഗുണ ചിക്കൻ കഴിക്കാൻ പറയും. HDL കുറവുള്ളവർക്ക് നിങ്ങൾ ചിക്കൻ കഴിച്ചേ പറ്റൂ, ഒരു രീതിയിലും കഴിക്കാതിരിക്കില്ലെന്നുണ്ടെങ്കിൽ സുഗുണ ചിക്കൻ കഴിക്കാൻ പറയും. അത് എന്നുമല്ല, മാസത്തിൽ ഒരു തവണയെ കഴിക്കാൻ പറയുള്ളൂ. കാര്യം അത് HDL 90 വരെ ആക്കി കളയും. HDL കൂടിയാലും പ്രശ്നമുണ്ട്, നിവർന്ന് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് സുഗുണ ചിക്കൻ സാർ ഒരു മെഡിസിൻ പോലെ പണ്ട് വെറുതെ തമാശയായിട്ട് പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സാധനമാണ് വരാല്. വരാലിനെയും ഇതുപോലെ പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഇത് കഴിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ പാൻക്രിയാസിന് വേണ്ടിയിട്ട് പറയുന്നത് സൾഫർ എന്ന് പറയുന്ന ഒരു ട്രേസ് എലമെന്റ് ആണ്. സൾഫർ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് പറയുന്നതും ഈ പറഞ്ഞ അവോക്കാഡോയാണ്. അവോക്കാഡോയിൽ ഒത്തിരി അധികം ട്രേസ് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് പലതിനും അത് കഴിക്കാൻ തന്നെ പറയുക. പിന്നെ നിങ്ങൾക്ക് അവോക്കാഡോ മേടിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആശാളിയും ഉലുവയും. ഉലുവ വെള്ളം, ഉലുവ കഞ്ഞി, പണ്ട് കുടിച്ചതിന്റെ കാര്യം പാൻക്രിയാസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിലനിർത്താനായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉലുവ കഞ്ഞി ഇനി കർക്കിടകത്തിൽ ഉണ്ടാക്കി കഴിക്കാം, ഉലുവ വെള്ളം ഉണ്ടാക്കി കുടിക്കാം. ആശാളി മേടിക്കാൻ കിട്ടും, ഈ പച്ച മരുന്ന് കടകളിലും ഒക്കെ ട്രേസ് എലമെന്റ് ആയിട്ട് പറയുന്നത്. സോ ഇന്ന് ഇത്രയും പറഞ്ഞു നിർത്താണ് കാര്യം. നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പറയാനുണ്ട്, പറയാൻ ഇനിയും ഉണ്ട്. നമ്മൾ വിഷയങ്ങൾ തുടങ്ങിയിട്ടില്ല. നമ്മൾ ശോധനമാണ് ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം. അപ്പൊ ശോധനം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞിട്ട്, ഓരോ അവയവത്തിനെയും എങ്ങനെ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞത്, നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പ്രഗ്നന്റ് ആയ സ്ത്രീ എങ്ങനെ വിയർപ്പിക്കാൻ പറ്റുമോ? വിയർക്കാൻ എന്താ ചെയ്യാ? അവരത് വേർപ്പിക്കാൻ ഏറ്റവും നല്ലത് അവരെ എണ്ണ തേപ്പിച്ച് കുളിക്കുക എന്നുള്ളതാണ്. അവരെ ആഴ്ചയിൽ ഒരിക്കല് എണ്ണ തേപ്പിച്ച് ഒരു 15 മിനിറ്റ് സമയം എടുത്ത് അവരെ എണ്ണ തേപ്പിച്ച് നന്നായിട്ട് എണ്ണ തേപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ മെത്തേഡ്. അവരെ ചെയ്യുമ്പം പരിണിത ക്ഷീരകര തൈലം ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതിലും ബെസ്റ്റ് ചെയ്യാവുന്നത് നാൽപ്പാമരം തൈലം കിട്ടും, നാൽപ്പാമരാതി തൈലം കിട്ടും. അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. തേച്ചു കുളിപ്പിക്കുക, നന്നായിട്ട് വിയർക്കും. മറ്റാർക്കെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കുമ്പം നാൽപ്പാമരാതി തൈലം തേച്ച് കുളിപ്പിച്ചാൽ മതി. അപ്പൊ ഈ കുളിപ്പിക്കാന്ന് പറയുമ്പോൾ ഉടനെ എണ്ണ തേച്ച് ഉടനെ പോയി കുളിക്കണം എന്ന് ഉദ്ദേശിക്കരുത്. ഒരു 15 മിനിറ്റ് പ്രൊസീജിയർ ആണ്. അത് എണ്ണ തേച്ച് നന്നായിട്ടത് മസാജ് ചെയ്ത് നാഡികളുടെ ചലനങ്ങളെ കറക്റ്റ് ആക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ അത് നമ്മൾ ചെയ്ത് ഒരു സമയം കണ്ടിട്ട് കുഞ്ഞുങ്ങളെ അവിടെ വെറുതെ ഇരുത്തി അവരെന്തെങ്കിലും കളിക്കുകയോ ചെയ്തോട്ടെ, എണ്ണ തേച്ചുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയണം. എന്നിട്ട് പയ്യെ കുളിപ്പിക്കുക അവരെ. ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത് കുഞ്ഞുങ്ങളുടെ, പ്രഗ്നന്റ് ആയ ആളുകളുടെ ദേഹത്തും. എല്ലാവരും ഉപയോഗിക്കരുത്, പക്ഷെ മാക്സിമം അവരിലും ഉപയോഗിക്കാതിരിക്കുക. നാരങ്ങ തൈലം ഉണ്ടാക്കാനായിട്ട് എള്ളെണ്ണയ്ക്ക് പകരം വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാവോ? വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കാം. അപ്പം ഈ വെളിച്ചെണ്ണയില് നാരങ്ങ മുറിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം അല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്? അതെ, നമ്മള് എണ്ണ സാധാരണ തലയിൽ വെക്കാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കണം. അപ്പൊ ചിലർ അതിനകത്ത് മഞ്ഞളും കൂടെ ചേർക്കും. ഹലോ അർച്ചന മാം, അത് സാറ് പറയുന്നത് കേട്ടിട്ടുണ്ട്. തുല്യ അളവില് എള്ളെണ്ണയും ചേർത്ത് ചൂടാക്കി തേച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. നാരങ്ങ തൈലത്തിന്റെ നിറം എന്ന് പറയുന്നത് നല്ല മഞ്ഞയാണ്. സാർ ഒരു ഹോമിയോ മെഡിസിൻ പറയാറുണ്ടല്ലോ മഗ്നീഷ്യത്തിന്. അതെ, കൽക്കേരിയ ഫോസ് 6X മഗ്നീഷ്യം ഫോസ് 6X അതാണ് സാറ് പറഞ്ഞു കൊടുക്കുന്നത്. അത് രണ്ടും കഴിക്കണം അല്ലേ?
അതെ അതെ. ഈ കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഇവർ മൂന്നും സഹോദരിമാരെ പോലെ ഇവർ ഒരുമിച്ച് കഴിക്കണം. ഇവർ ഒരുമിച്ച് ഉണ്ടാവുന്ന ആഹാരങ്ങളാണ് നല്ലത്. ഇവർ ആഹാരങ്ങളില് നല്ല എന്താ പറയുക, നാച്ചുറൽ ഫുഡ്സിലല്ല ഇവർ ഒരുമിച്ചുണ്ട്. അതുകൊണ്ടാണ് എള്ള് ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മെഡിസിൻ ആയിട്ട് എടുക്കുമ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് എടുക്കണം. കാൽഷ്യത്തിനെ മാത്രം എടുത്തിട്ട് കാര്യമില്ല. കാരണം മഗ്നീഷ്യം ഇല്ലാതെ കാൽഷ്യത്തിനെ ഉപയോഗിക്കാൻ പറ്റൂല ശരീരത്തിന്. അതുകൊണ്ടാണ് കാൽഷ്യം ടാബ്ലറ്റ് മാത്രം കഴിക്കുന്നവർക്ക് കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പൊ കൽക്കേരിയ ഫോസും കഴിക്കണം, മഗ്നീഷ്യം ഫോസും കഴിക്കണം. 5 എണ്ണം വീതം 3 നേരം കഴിക്കണം. ഒരു തവണ കഴിക്കാന്ന് പറയുന്നത് ഒരു 30 ദിവസം അല്ലെങ്കിൽ 41 ദിവസം കഴിക്കുക. ഒരു മണ്ഡലകാലം കഴിക്കുക. എന്നിട്ടൊരു ബ്രേക്ക് എടുക്കുക. ഒരു 2 ആഴ്ച ബ്രേക്ക് ഇടുക. ദെൻ സ്റ്റാർട്ട്. പിന്നെയും ആവശ്യമുണ്ട് തോന്നിയ പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. വൈറ്റമിൻ സി പൗഡറോ എങ്ങനെ കഴിക്കുന്നത്? വൈറ്റമിൻ സി പൗഡർ കഴിക്കാൻ വെള്ളത്തിൽ ചാലിച്ച് കഴിച്ചാൽ മതി. വാട്ടർ സൊല്യൂബിൾ ആണത്. അര സ്പൂൺ അല്ലേ? അതെ അതെ, 1/2 സ്പൂൺ ആവശ്യമുള്ളൂ. കാര്യം ചിലർക്ക് അത് കൂടുതൽ വളരെ അത്രമാത്രം പൊട്ടൻഷ്യൽ കൂടുതലാണ്. സോ 1/2 സ്പൂൺ തന്നെ ധാരാളമാണ്. ഡെയിലി അത്ര എടുത്താൽ മതി. 1/4 സ്പൂൺ എടുത്താൽ മതി. നിങ്ങൾക്കത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, പനിയുണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 1/4 സ്പൂൺ എടുക്കുക. ഇത് നാരങ്ങയിൽ നെല്ലിക്ക, പേരയ്ക്ക തുടങ്ങിയവ വൈറ്റമിൻ സി നേരിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം എല്ലാവർക്കും. നമ്മൾക്കത് കിട്ടാൻ ലഭ്യതയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം, ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ മാത്രമാണ് നമ്മൾ വൈറ്റമിൻ സി പൗഡർ എടുക്കണം. അല്ലെങ്കിൽ ആ രോഗാവസ്ഥയുള്ളവരോടാണ് സാർ വൈറ്റമിൻ സി പൗഡർ എടുക്കാൻ പറയുന്നത്. അർച്ചന, ബി കോംപ്ലക്സ് കഴിക്കുമ്പോൾ എത്ര ഗുളിക വീതം കഴിക്കണം? 1 ഗുളിക ഡെയിലി എടുക്കുകയാണെങ്കിൽ 1 ഗുളിക. ഡെയിലി ഓരോ ഗുളിക കഴിച്ചാൽ മതിയോ? മതി. നോർമലി ചെയ്യേണ്ടത് 1 മാസം എടുത്താൽ മതി. 30 ഡേയ്സ്. അത് രക്തം കുറവുള്ള ആളാണ്. ഓരോ ഗുളിക മാത്രം കഴിച്ചാൽ മതി. രക്തം കുറവുള്ളവർക്ക് രക്തം ശരിയാക്കാൻ ആദ്യം അസിഡിറ്റി മാറ്റാനുള്ള മെഷേഴ്സ് എടുക്കണം. എന്നിട്ട് അയൺ കണ്ടന്റ് ഉള്ള ഔഷധം വേണം കൊടുക്കാൻ. നേരത്തെ പറഞ്ഞ നമ്മുടെ കയ്യന്യം, അതിന്റെ 21 ഇല കരിക്കിൻ വെള്ളത്തിൽ അരച്ചു കൊടുക്കുന്നത് രക്തം പെട്ടെന്ന് കൂടാൻ നല്ലതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞാൽ കുക്കുംബർ ജ്യൂസ് 3 നേരം കുടിക്കണം. അസിഡിറ്റി ഉണ്ടാവരുന്ന് ഉറപ്പാക്കണം. അസിഡിറ്റി മാറ്റിയാൽ തന്നെ രക്തം ഉണ്ടായി തുടങ്ങിക്കോളും. കരിവേപ്പിലയും നല്ലതാണ്. അതിനേക്കാളും കഴിച്ചപ്പോ എനിക്ക് എഫക്റ്റീവായി പെട്ടെന്ന് കണ്ടത് ഈ കയ്യന്യമാണ്. കാര്യം എനിക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു തവണ പോകേണ്ട ആവശ്യം വന്നു. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ബ്ലഡ് കണ്ടന്റ് 11-ൽ നിന്ന് എനിക്ക് 13.5 കൂടുതലാക്കണമായിരുന്നു. കാരണം ഹെൽത്ത് അത്ര അവർക്ക് ആവശ്യമുണ്ട്. ആർമിയിലോട്ടായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ കയ്യന്യമാണ് 2 ദിവസം ഈ കരിക്കിൻ വെള്ളത്തിൽ 2 നേരം വീതം ഞാൻ കഴിച്ചു. എനിക്ക് ബ്ലഡ് കൗണ്ട് അപ്പൊ തന്നെ 14-ലോട്ടാണ് ചെക്ക് ചെയ്തപ്പോ കൂടിയത്. സോ അത്ര സ്പീഡ് നന്നായിട്ട് കൂടും. അയൺ കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മതി. പച്ചക്ക് സപ്ലിമെന്റ് കഴിക്കും. കാര്യം ബ്ലഡ് കുറവുള്ളപ്പോ ക്ഷീണം വരും. ആ ക്ഷീണം മാറ്റാൻ വിറ്റമിൻ ബി വിത്ത് സി നല്ലതാണ്. കരിക്ക് തുടർച്ചയായിട്ട് കഴിക്കാമോ? കരിക്ക് തുടർച്ചയായിട്ട് കഴിക്കാമെന്നാണ് വർമാജി പറഞ്ഞിട്ടുള്ളത്. അതൊരു പൂർണ്ണ ആഹാരമായിട്ടാണ് തേങ്ങയും കരിക്കിനെയും പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ആവശ്യത്തിന് ഫാറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുടർച്ചയായി കഴിക്കാൻ പറ്റുമോ? കരിക്കിനെ പറ്റി കാര്യമായിട്ട് പറയണില്ല. കരിക്കിനെ പറ്റി ഫുൾ പ്രൊമോട്ട് ചെയ്ത് പറയണില്ല. അല്ല, കാര്യം എന്ന് വെച്ചാൽ കരിക്കൊരു നട്ടാണല്ലോ, ഒരു സീഡല്ലേ. അപ്പൊ സീഡ് ഇക്കോളജിക്കലി നമ്മൾ ഡെയിലി ഒരു സൊല്യൂഷൻ ആയിട്ട് പറയാറില്ല. നോർമലി സാറ് പറയാറില്ല. പക്ഷെ കരിക്കിന് ഒരു പൂർണ്ണ ആരോഗ്യ, ഒരു പൂർണ്ണ ഭക്ഷണമായിട്ടാണ് വർമാജി പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ദയാൽ സാർ ആണെങ്കിലും മരുന്നുകൾ കൊടുക്കേണ്ടത് കരിക്കിലാന്ന് പറയാറുണ്ട്. കരിക്കിൻ വെള്ളത്തിൽ കൊടുക്കുന്നത്. അതൊരു നട്ടായതുകൊണ്ടാ പറയാത്തെ. കരിമ്പെന്ന് പറയുമ്പം ഈ അരിയിൽ നിന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ സീഡ്സിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്ന ഒരു ചെടിയായിട്ടാണ് കരിമ്പിനെ ഈ എക്കോളജി അനുസരിച്ച് പറയുക. ഇവല്യൂഷനിൽ ഒരു ധാന്യത്തിന്റെ എവല്യൂട്ടറി പീരീഡ് ആണ്, ഒരു പുല്ലിന്റെ എവല്യൂഷൻ ആയിട്ടാണ് കരിമ്പ് വന്നിരിക്കുന്നത്. അതേസമയം നമ്മുടെ തേങ്ങ എന്ന് പറയുന്നത് ഒരു നട്ടാണ്, ഒരു സീഡാണല്ലോ. അപ്പൊ വിത്തിനെ കഴിച്ച അടുത്ത പ്രോജനി ഉണ്ടാവില്ല എന്നൊരു ഒരു ഇക്കോളജി തത്വത്തിലാണ് നമ്മൾക്ക് ഫ്രൂട്ട്സ് ആണ് നല്ലതെന്നുള്ളതുകൊണ്ട് സാർ കരിമ്പിനെ പറയണം. സോ മരുന്നുകൾ സാർ ഉറപ്പായിട്ട് അതിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് കഴിക്കണം നല്ലതാണ്.
സാർ അതിന് പ്രാധാന്യം കൊടുക്കാതെ അത് ഇക്കോളജി തത്വം അനുസരിച്ച് എന്നൊരു കാര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് കഴിക്കാം. മാഡം, ഈ അവക്കാഡോ ജ്യൂസ് അടിക്കുമ്പോൾ കരിമ്പ് ഈ കരിക്കിൻ ജ്യൂസിൽ കഴിച്ചൂടെ? പറ്റും. നിങ്ങൾ ഇപ്പൊ സാറ് ഒരു നല്ല കംപ്ലീറ്റ് ഫുഡായി പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് 60% ഓഫ് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്. ആ ഒരു കാര്യം നമ്മൾക്ക് പൂർത്തീകരിക്കണമെങ്കിൽ മധുരക്കിഴങ്ങ്, കരിമ്പ് ഇതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുക. ഇത് രണ്ട് പച്ചയ്ക്ക് നമുക്ക് അടിച്ചു കുടിക്കാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പ്രോട്ടീൻ 10% പ്രോട്ടീൻ വേണം. അതിനുവേണ്ടി വുഡ് ആപ്പിളോ മറ്റേതെങ്കിലും ഫ്രൂട്ട്സ് ആണ് ബെറ്റർ. പക്ഷെ അതൊരു ഓപ്ഷൻ ആണ് നമ്മള് കുതിർത്ത പച്ചക്കപ്പലണ്ടി എന്ന സാധനം. ഇതും അടിച്ചു ചേർക്കാം. ഇനിയും ഫാറ്റിന് വേണ്ടി അവോക്കാഡോ ചേർക്കാം. അപ്പൊ ഇത് മൂന്നും അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു റേഷ്യോ കണക്കാക്കിയുള്ള ഒരു ആഹാരം നമ്മൾ ഷെയ്ക്കായിട്ട് അടിച്ചു കുടിക്കുന്നത്, ഒരു നേരം ആഹാരം ആക്കുന്നത് റീജനറേഷനെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 40 വയസ്സോട്ട് ഡീജനറേഷൻ ഉണ്ട് എന്നുള്ളത് ആയുർവേദം വരെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ബയോളജിക്കൽ ഏജ് സ്പീഡാ പോകുന്നത്. സോ 40 വയസ്സുള്ളത് ഇപ്പൊ 30 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റീജനറേഷൻ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വേണ്ടതാണ്. സോ ഇങ്ങനത്തെ ഒരു ആഹാരം ഒരു നേരം ആക്കുന്നത് ബെസ്റ്റ് ആണ്. ഇത് ഏറ്റവും ബെസ്റ്റ് ഞാൻ എനിക്ക് ബോധ്യമായത് വാനപ്രസ്ഥം സ്റ്റുഡന്റ് ആയിട്ടുള്ള സിക്രിലാൽ സാറിന്റെ അടുത്തുനിന്ന്. സാറിന്റെ ഒരു നേരത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലെ വിധിച്ച വന്നാണ്. പ്രോട്ടീനും ഫാറ്റും കാർബും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് മരുന്നുകൾ മിക്സ് ചെയ്തുള്ള ഒരു ഷേക്ക്, ഒരു ഡ്രിങ്ക് ആണ് സാർ രാവിലെ കുടിക്കുന്നത്. അത് അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. ഇറ്റ് വാസ്, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ആദ്യം ഇറങ്ങുന്നില്ലാത്ത പോലെ തോന്നിയെങ്കിലും ഫ്രം ദ സെക്കൻഡ് ഡേ ഓൺവേർഡ്സ്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ അതിനെ മിസ് ചെയ്തു. ആ ഒരു കോമ്പിനേഷൻ അത്ര ബ്യൂട്ടിഫുൾ ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാന്ന് ഒന്നുകൂടി പറയാമോ? നമ്മൾക്ക് ഇവിടെ സാറ് പറയുന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കരിമ്പിൻ ജ്യൂസിനകത്ത് മധുരക്കിഴങ്ങ് പച്ചക്ക് അടിക്കുന്നത്, അതിനകത്ത് പച്ചക്കപ്പലണ്ടി ഇടാം, അവോക്കാഡോ ഇടാം, പിന്നെ അങ്ങനെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്ത് റേഷ്യോ കണക്കാക്കേണ്ടത് 60% ഓഫ് എനർജി ഫ്രം കാർബ്, 30% ഓഫ് എനർജി ഫ്രം ഫാറ്റ്, 10% എനർജി ഫ്രം പ്രോട്ടീൻ മതി. പ്രോട്ടീൻ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. പക്ഷെ നല്ല പ്രോട്ടീൻ കിട്ടണം. ആ നല്ല പ്രോട്ടീൻ കിട്ടിയാല് നല്ല നെഫ്രോൺസ് ഉണ്ടാവും, നല്ല ഇന്റലക്ച്വൽ കോശങ്ങളും ഉണ്ടാകും. കരിമ്പ് ജ്യൂസ് കിട്ടുന്നില്ല ഇളനീരിൽ കൂട്ടി അടിക്കാം അല്ലേ? അടിക്കാം. പക്ഷെ ഇക്കോളജി പ്രിൻസിപ്പിൾ അനുസരിച്ച് പറയില്ല എന്ന് മാത്രം. തേങ്ങ ചേർത്ത് അടിച്ചു കുടിക്കാം, കരിക്കും ചേർത്ത് അടിച്ചു കുടിക്കാം. പറ്റുന്നില്ല കരിമ്പ് ജ്യൂസ്, വെറുതെ കഴിക്കാനും പറ്റുന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കരിമ്പിൻ ജ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും കരിമ്പിൻ ജ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ തരുന്ന ഈ കരിമ്പിന്റെ പൊടി കൂട്ടിയാലും മതി അല്ലേ? കരിമ്പിന്റെ പൊടി എന്ന് പറയുമ്പോൾ അതിന്റെ ജലാംശം കളഞ്ഞുള്ള ഫോമാണ്. അപ്പം ഒരു തരത്തിലും കിട്ടാത്തവർക്ക് അറ്റ്ലീസ്റ്റ് അതിന്റെ എന്തെങ്കിലും ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ വെള്ളത്തിനാണ് എപ്പോഴും പ്രാധാന്യം. സോ നിങ്ങൾക്ക് പച്ചക്ക് കിട്ടാമെങ്കിൽ അതാണ് ബെസ്റ്റ്. ഒരു വഴിയില്ല. പൊടിയും കൂട്ടാ, ഈ കരിക്കും ജ്യൂസും കരിക്കും വെള്ളവും കൂട്ടാം അല്ലേ? അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം. ഫ്രൂട്ട് ജ്യൂസ് ആണ് നമ്മള് ഇവല്യൂഷണറിയിൽ പറയുന്നത്. സോ തണ്ണിമത്തനകത്ത് അടിച്ചു കുടിക്കാവായിരിക്കുമോ? തണ്ണിമത്തൻ എന്ന് പറയുന്നത് 90%, 70 to 90% വാട്ടറാണ്. അപ്പൊ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് അളവ് കുറവായിട്ടാണ് സാർ അങ്ങനെ നോർമലി അതിനെ പറയാത്തത്. പക്ഷെ തണ്ണിമത്തൻ ജ്യൂസിനകത്തും കുടിക്കാം. തണ്ണിമത്തൻ ജ്യൂസിനകത്ത് മധുരക്കിഴങ്ങ് ഇട്ട് ഈ പച്ചക്കപ്പലണ്ടി കുതിർത്തിട്ട് അവക്കാഡോ ചേർത്ത് അടിച്ചു കുടിക്കണം. അത് നല്ലതാണ്. പിന്നെ പോരെങ്കിൽ സാർ അതുകൊണ്ടാണ് കൃഷി എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മൾ ആ വിഷം എന്ന് പറയുന്ന പോയിന്റിൽ വന്ന് സ്റ്റക്കായി നിൽക്കാതിരിക്കാനാണ് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞ് സാർ തുടങ്ങുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തിക്കോട്ടെ. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രം. നമ്മള് അറിയാൻ ഇഷ്ടം പോലെയുണ്ട്. സാറ് ക്ലാസ്സുകളിൽ പറയാത്ത ഒത്തിരി കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ പ്രാഥമിക ലെവല് പഠിച്ചു വന്നിട്ട് അത് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പം അങ്ങനെ അറിഞ്ഞു വരുന്നവരോട് സാറ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം. ഇന്നത്തെ കാലത്തിനും ഇനിയുള്ള കാലത്തിനും വേണ്ടതും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് ഇത് പഠിച്ച് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പം അടുത്ത ഞായറാഴ്ച വൈകിട്ട് ഇതേ സമയത്തുണ്ടാകും. അർച്ചന, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് അർച്ചന. നന്ദി. നന്ദി. താങ്ക് യു അർച്ചന.
രാധാമണി താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. എല്ലാവർക്കും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞെന്ന്. സന്തോഷം മാഡം. താങ്ക് യു. നന്ദി നന്ദി താങ്ക് യു അർച്ചന. നന്ദി. ഈ ഫീൽഡിൽ അർച്ചനയ്ക്ക് നല്ല ഭാവിയുണ്ട്. നന്ദി. താങ്ക് യു അർച്ചന. താങ്ക് യു.